ഒരുമിച്ച് ദൈവദിനം പങ്കിടുവാൻ ദൈവം നന്നായി വലിയൊരു സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കർത്താനിദാസൻ പാസ്റ്റർ ഹരിദാസ്, ഈ സെൻറ്ററിൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന എൻ്റെ സ്നേഹിതനും ഞാൻ ദൈവദിനം പഠിപ്പിച്ച എൻ്റെ ഒരു ശിഷ്യനുമായിരിക്കുന്ന കർത്താനിദാസൻ പാസ്റ്റർ ജോയ് അവറുകൾ, അതുപോലെ ഇന്ന് രാത്രിക്കാലം ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പാസ്റ്റർ ചാക്കോ ദേവസ്യ, പാസ്റ്റർ റെജി, പാസ്റ്റർ മാത്യു, പാസ്റ്റർ തോമസ്, അതുപോലെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാറ്റിലുപരിയായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, അത്ര വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ നമ്മൾ കേട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം ഇവിടെയുണ്ട്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ആര് വന്നു എന്നുള്ളതല്ല, ദൈവം വന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഹിസ് പ്രസൻസ് വിൽ മേക്ക് എ ഡിഫറൻസ്. അവൻ എവിടെ വന്നാലും അവൻ്റെ സാന്നിധ്യം വലിയ മാറ്റമുണ്ടാക്കും. യേശു ശൂന്യമായ പടകിൽ വന്നാൽ ആ പടക് നിറപ്പാൻ കഴിവുള്ളവനാണ് വന്നിരിക്കുന്നത്. യേശു റോഡ് അരികിൽ വന്നാൽ, റോഡ് സൈഡിൽ നടന്നു പോയാൽ അവിടെ അത്ഭുതം നടക്കും. യേശു കല്യാണ വീട്ടിൽ വന്നാൽ ഹിസ് പ്രസൻസ് വിൽ മേക്ക് എ ഡിഫറൻസ്. അവൻ്റെ സാന്നിധ്യം വലിയ മാറ്റം വരുത്തും. യേശു മരണ വീട്ടിൽ വന്നാൽ അവിടെ വലിയ സാന്നിധ്യം വലിയ മാറ്റം വരുത്തും. യേശു എവിടെ ചെന്നാലും അവൻ്റെ സാന്നിധ്യം വലിയ വ്യതിയാനങ്ങൾ വരുത്തും. ഒലവക്കോട് സെൻറ്ററിൻ്റെ ഈ സമാപന രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ, അവൻ നമുക്ക് വേണ്ടി വലിയ ചെയ്യാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു ദിവസം എഴുതിയിട്ട് നിൽക്കാം. ഷാൽ ബി ഓൾ സ്റ്റാൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്. ഒരു നിമിഷം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ നടത്തി. കരങ്ങൾ ഉയർത്തി പാടിയാട്ട്. ഇന്നയോളം എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു. ആകാശത്തിൻ കിളിവാതിൽ, ആകാശത്തിൻ കിളിവാതിൽ തുറന്നു. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന ശക്തിയോടെ എന്റെ യേശു എത്ര നല്ലവൻ. യേശു യേശു യേശുവാരിലും യേശുവാരിലും വലിയവൻ. ചേർന്ന് പാടിയാട്ടെ. യേശു, എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമം. യേശു, എല്ലാ നിരകളും തുറന്ന്, വാകളെ തുറന്ന് ശക്തിയോടെ ഇരുകരങ്ങളും വീശിക്കൊണ്ട്, ഇരുകരങ്ങളും വെറുതെ വീശിക്കൊണ്ട് യേശു യേശു സംഖ്യായാഗമായി യേശു യേശുവാരിലും വലിയവൻ. ഒരിക്കൽ കൂടെ യേശു യേശു സംഖ്യായാഗമായി പരിപാടി. യേശുവാരിലും വലിയവൻ. യേശു, ആമേൻ. യേശു
യേശുവാരിലും മതിയായവൻ, യേശുവാരിലും മതിയായവൻ, യേശുവാരിലും മതിയായവൻ. ചില നിമിഷങ്ങളെ കാലങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ഭാഷകളോടെ അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാരും ദൈവമക്കളും ആത്മനിറവിൽ ഈ സമാപന രാത്രിയിൽ അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, രോഗസൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. സമാപന രാത്രിയിൽ അത് വിശ്വസിക്കുന്ന കാര്യങ്ങളെ തട്ടിച്ചിരുന്ന നിമിഷങ്ങൾ അഭിഷേകത്തോടെ. Come on pastors, come on, come on, come on. Worship him. നമ്മൾ ആരാധിപ്പിക്കുക മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുക, കൊടുക്ക. മനുഷ്യപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്ക, ബഹുമാനം കൊടുക്ക, സ്തുതി കൊടുക്ക, മാനം കൊടുക്ക, മഹത്വം കൊടുക്ക. രാജാതി രാജാവ്, കർത്താതി കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആത്മാവിനും ശരീരത്തിലും അനുഭവിക്കട്ടെ ദൈവ സാന്നിധ്യം. Worship you, Lord. Worship you. Worship you. Praise the Lord. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും 2024 ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ചോദിച്ചു, ലഭിച്ചില്ല. പേടിക്കണ്ട, അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. എത്രവരെ വിശ്വസിക്കുന്നു? വളരെ നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കാര്യമൊന്നും ലഭിച്ചില്ല. Doesn't matter. He will work on the right time. നമുക്ക് വേണ്ടി ഒരു വീരനെ പോലെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. ഒരിക്കൽ ദൈവത്തിന്റെ ദൂതൻ സഖറിയാവിന്റെ ഒരു ദൂത് പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. സഖറിയാവ് പറഞ്ഞു, ടു ലേറ്റ്. എന്തോ പറഞ്ഞേ? ടു ലേറ്റ്. ഉറക്കെ പറ, ഇംഗ്ലീഷ് പറ, ഉറക്കെ പറ. ടു ലേറ്റ്. ആയിപ്പോയി. വളരെ ടു ലേറ്റ് ആയിപ്പോയി. എൻ്റെ ഭാര്യ പ്രായം ചെന്ന് ഞങ്ങളൊക്കെ വയസ്സ് ചെന്നിരിക്കുക. ടു ലേറ്റാ. അബ്രഹാമിന്റെ കരുതു ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ടു ലേറ്റ്. അബ്രഹാം പറഞ്ഞു ടു ലേറ്റാ. സക്കറിയ പറഞ്ഞു ടു ലേറ്റാ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ടു ലേറ്റ് ആയിപ്പോയി. ഈ ദൂതൻ തന്നെ മറിയയുടെ ഒരു ദൂത് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ടു ഏർലി. നേരത്തെ ആയിപ്പോയി. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ടു ഏർലിയാ. ഒരു കൂട്ടർ പറയുന്നു ടു ലേറ്റ് ആയിപ്പോയി, ഒരു കൂട്ടർ പറയുന്നു ടു ഏർലിയാണ്. നമുക്ക് 9-ലെ വിധവയോടൊക്കെ ചോദിക്കാം, അവൻ എപ്പോഴാ വന്നേ? അവള് പറയും, ഹി കെയിം ഇൻ ദ റൈറ്റ് ടൈം. ടു ലേറ്റും ആയില്ല, ടു ഏർലിയും ആയില്ല, ഹി കെയിം ഇൻ ദ റൈറ്റ് ടൈം. യേശുവിൻ്റെ ജാഥ ഇങ്ങോട്ട് വന്നപ്പോൾ മരണത്തിൻ്റെ ജാഥയുമായി ഏറ്റുമുട്ടി മരണത്തെ കീഴടക്കിയ യേശു ആ ശവമഞ്ചത്തെ തൊട്ടപ്പോൾ അവൻ ബാലൻ എഴുന്നേറ്റു, യൗവനക്കാരൻ എഴുന്നേറ്റു. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ ലേറ്റ് ആവത്തില്ല, ടു ഏർലി ആയിട്ടും വരത്തില്ല. ഒരു വീരനെ പോലെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാ. അവന് സമയം തെറ്റത്തില്ല. അവൻ പട്ടണവാതിക്കൽ വന്നപ്പോൾ രണ്ട് ജാഥകൾ തമ്മിൽ ഏറ്റുമുട്ടി. മരണത്തിന്റെ ജാഥയും ജീവന്റെ ജാഥയും തമ്മിൽ ഏറ്റുമുട്ടി. മരണത്തിന്റെ ജാഥയെ ജീവന്റെ ജാഥ കീഴടക്കി. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ തിരിഞ്ഞ് പട്ടണത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പത്രോസിനൊക്കെ ചോദിക്കാം, വെരടിക്കാം. 4 യാമത്തിലാ എല്ലാരും മുങ്ങിത്താഴും ചാവെന്ന് വിചാരിച്ച സന്ദർഭത്തിൽ യേശു came on the right time. ഇന്ന് രാത്രികാലം ഈ മഹായോഗത്തിന്റെ രാത്രിയിൽ വന്നിരിക്കുന്ന ദൈവമക്കളുടെ ദൂത് ഞാൻ പറയാം. നത്തിങ് ഇസ് ടു ലേറ്റ്, നത്തിങ് ഇസ് ടു ഏർലി. താമസിച്ചു പോയിട്ടില്ല, നേരത്തെ ആയി പോയിട്ടില്ല. ഇന്ന് രാത്രികാലം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം.
ഇന്ന് രാത്രികാലം ഈ സമാപന രാത്രിയിൽ ഒരു വീരനെ പോലെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഈ പന്തൽ എഴുന്നള്ളി വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഈ സ്ഥാപനത്തിൽ ഞാൻ മുമ്പ് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ അനേക പ്രാവശ്യം 4-5 പ്രാവശ്യം ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് നടത്തുന്നവർ എൻ്റെ സ്നേഹിതരാണ്. ഈ സ്ഥാപനം അമേരിക്കയിൽ എൻ്റെ ഹ്യൂസ്റ്റണിൽ എൻ്റെ ചർച്ചിൽ ഞങ്ങൾ ആരാധിക്കുന്ന ചർച്ചിൽ കഴിഞ്ഞ 41 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം എന്നേക്കാൾ മുമ്പേ ചെന്നാണ് പാസ്റ്റർ മോനച്ചൻ, ഞങ്ങൾ ചെന്നത് പിന്നാലെയാണ്. അതുപോലെ തന്നെ ജോർജ് ഊട്ടി ഡാലസിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും നടത്തുന്ന ഈ സ്ഥാപനത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി വന്ദനവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. 1 മണിക്കൂർ ദൈവവചനം കേൾക്കാൻ വേണ്ടി നമ്മളാണ് വന്നിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ. ഈ 1 മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറയുന്നത് 8-8.5-9 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്തു. ഇനി 8-9 മണിക്കൂർ യാത്ര ചെയ്താൽ മടങ്ങി ചെല്ലത്തുള്ളൂ. രാവിലെ ചെന്നിട്ട് വേറൊരു ഡിസ്ട്രിക്ട് കൺവെൻഷന് പ്രസംഗിക്കണം. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് പണം ചെലവഴിച്ച് ഇവിടെ വന്നത് ഈ 1 മണിക്കൂറിന് വേണ്ടിയാണ്. ഈ 1 മണിക്കൂർ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് 1 hour ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഞാൻ വന്നത് വേസ്റ്റായി പോകും. ഇവിടെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതായ വാചകങ്ങൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ വേണ്ടി ദൂതുമായിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ ഈ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ ആ ദൂത് മാറ്റി വേറൊരു ദൂതാണ് ദൈവം എനിക്ക് തന്നത്. അത് 2025 നിങ്ങൾക്കൊരു വിടുതലായി തീരുമെന്ന് ഞാനത് വിശ്വസിക്കുന്നു. പ്രധാനദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു 2025 മുഴുവനും ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ദൂത്, ഒരു വചനം നൽകണമെന്ന് കർത്താദാസൻ പാസ്റ്റർ റെജി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് എ കൺഫർമേഷൻ. ദൈവവചനം എനിക്ക് തന്നതിൻ്റെ കൺഫർമേഷൻ എന്ന് മനസ്സിലായി. നമ്മൾ സമയം ഒട്ടും കളയാതെ മുമ്പോട്ട് പോകാം. നമുക്ക് ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായൊരു വേദഭാഗം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9-ന്റെ 2-ാം ഭാഗവും 13-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗവും ഞാൻ തന്നെ ഇവിടെ വായിക്കാം. അത് ആ വാക്യം പിന്നെ മറ്റുള്ള വാക്യങ്ങൾ വായിച്ചാലും ഒന്നുകൂടെ റെഫറൻസ് പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗവും 13-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗവും. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവേ, നിനക്ക് ഇവിടുന്ന് എന്ത് കാര്യം? അതാണ് വായിച്ചായ വേദഭാഗം. ആ 2 വേദഭാഗങ്ങളിലും കാണുന്ന വാക്കതാണ്. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം നിനക്കിവിടെ ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ദൈവം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ചോദിക്കുന്നത്. ആദമേ, നീ എവിടെ? ദൈവത്തിന് അറിയാൻ വയ്യായിട്ടാന്നോ? പറ, ഉറക്കെ പറ. അല്ല, അങ്ങനെ പറ പാസ്റ്റർ, അങ്ങനെ പറ. അങ്ങനെ പറയുന്നതന്നെ ചുമ്മാ ഞാന്ന് പറയാതെ ഉറക്കെ പറയണം. ചെറുവക്കൾ അങ്ങനെയൊക്കെയാണ്. 200 പേരാ സ്റ്റേജിലിരിക്കുന്നത്. എല്ലാം റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ നിങ്ങളും പാസ്റ്റർമാരൊന്നും റെസ്പോണ്ട് ചെയ്ത് എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് അതാ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലാണ് എനിക്ക് പേടി. ആദമേ, നീ എവിടെന്ന് ചോദിച്ചാൽ ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ നിന്റെ വായിൽ നിന്നൊരു മറുപടി കേൾക്കാൻ താല്പര്യപ്പെട്ടിരിക്കുക. സ്തോത്രം. മോശെ, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. മോശയുടെ കയ്യിൽ ഇരിക്കുന്നത് എന്തുവാന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ചോദിച്ചത്. മോശയിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇരിക്കേണ്ട സ്ഥാനത്തല്ല നീ ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് എൻ്റെ കാര്യം. ഇന്ന് രാത്രികാലത്തെ ചിന്താവിഷയം, ദൂതിന്റെ ടൈറ്റിൽ ഇതാണ്: കം ഔട്ട്, ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു. അതാണ് ഇന്ന് രാത്രികാലം 25 നിങ്ങൾക്ക് നൽകാനുള്ള ദൂതത. നിങ്ങൾ ഇരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരിക. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. Come out. God has a greater plan for you. പുറത്തു വരിക. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഇന്ന് രാത്രികാലം ഈ മഹായോഗത്തിന്റെ സമാപന രാത്രിയിൽ വന്നിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ സ്റ്റേജിലുണ്ട്.
ഓഡിയൻസിലുണ്ട്, ദൈവമക്കളുണ്ട്, വിശ്വാസികളുണ്ട്. നിങ്ങൾക്ക് നൽകുവാനുള്ള ദൂത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ പുറത്തു വരിക. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. അത് വിശ്വസിക്കുന്ന കാര്യങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. വിശ്വസിച്ചുകൊണ്ട് God has a greater plan. 2024 പ്ലാൻ അല്ല, 25 ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. നേരത്തെ ഞാൻ മുഖവരയിൽ പറഞ്ഞതുപോലെ എന്റെ കാലം കഴിഞ്ഞു, എന്റെ സമയം കഴിഞ്ഞു, എന്റെ ശുശ്രൂഷ കഴിഞ്ഞു, എന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി, എനിക്ക് പഴയതുപോലെ കഴിയുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരോ വിശ്വാസികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകുവാനുള്ള ദൂതാണ്, കം ഔട്ട്, ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു. ദൈവവചനത്തിൽ നിന്ന് ഞാൻ പങ്കിടുമ്പോൾ നിങ്ങൾക്ക് ആ ദൂത് നന്നായി മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകണം, മുഖവര കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകാം. അതിനാധാരമായി 3-4 വാക്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിവിടെ പറയുമ്പോൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു. അവനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിച്ചത്, പിന്നെ അവനെ പുറത്ത് കൊണ്ടുചെന്നു. രാത്രി കാലത്ത് നമ്മുടെ ദൂത് മറന്നു പോകരുത്. കം ഔട്ട്, ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കൽദരുടെ ഊരിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു വേർതിരിച്ചു. ബിംബങ്ങളെ ഉണ്ടാക്കി സേവിച്ചുകൊണ്ടിരുന്നതായ, വിറ്റുകൊണ്ടിരുന്നതായ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രം. അങ്ങനൊക്കെ ചില ഭാഗ്യം ലഭിച്ചവിടെ പ്രിയപ്പെടുന്ന ഇവിടെ ഉണ്ട്. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, സത്യദൈവത്തെ പിൻപറ്റുവാൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്നില്ല. എക്സൈറ്റ്മെന്റ് വല്ലതും ഉണ്ടോ? ആഹ്ലാദമുണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ആനന്ദമുണ്ടോ? സന്തോഷമുണ്ടോ? നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, അവ സത്യദൈവമാണ് എന്ന് ഇന്ന് രാത്രികാലം ഉറക്കെ പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. സത്യദൈവത്തെ പിൻപറ്റുവാൻ, ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ കൽദരുടെ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. ദൈവവാക്ക് കേട്ട്, ദൈവവിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടതായ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിരാശയുണ്ടായി. അത് നമ്മൾ വായിക്കുന്നത് നിരാശയോടെ കൂടി താൻ പുറവുറുക്കുന്നതായ 1-2 അനുഭവങ്ങൾ ഒന്ന് വായിച്ചാട്ട് മോനെ. 2-ാം വാക്യം ഒന്ന് വായിച്ച്, ആ സെയിം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച്, 15-2. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഇത് ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ്. നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. മക്കളില്ലാത്തവനായി നടക്കുന്നു. എന്റെ അവകാശി ദമ്മേശെക്കുകാരനായ എലിയാസറാണ്. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു. ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു. 5 കംപ്ലൈന്റുകളാ അബ്രഹാം പറഞ്ഞത്. എനിക്ക് മക്കളെ തന്നിട്ടില്ല, എന്റെ സമ്പത്തിന് അവകാശി എന്റെ വീട്ടിലെ ദാസനാകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവായി വിളിക്കപ്പെട്ടവൻ, സത്യദൈവത്തെ പിൻപറ്റുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ചവൻ, ഇപ്പോൾ കൂടാരത്തിനുള്ളിൽ പുറപുറത്തുകൊണ്ട് അവിശ്വാസത്തോടെ, സംശയത്തോടെ, പുറുപുറുപ്പോടെ അകത്തിരിക്കുന്നതായ ഒരു അനുഭവം. ഇന്ന് രാത്രികാലം ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, ദൈവ ശബ്ദം കേട്ടു, സകലതും വിട്ട് ദൈവത്തെ പിൻപറ്റാൻ ഇറങ്ങി. പക്ഷേ
ജീവിതത്തിൽ ഒന്നും പ്രാപിച്ചില്ല, ചിന്തിക്കാത്ത പല കാര്യങ്ങൾ, പ്രതീക്ഷിച്ച പല കാര്യങ്ങൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അബ്രഹാമേ, നീ കൂടാരത്തിനുള്ളിൽ പുറപുറത്തോണ്ടിരിക്കേണ്ടവനല്ല, നീ സംശയിച്ചിരിക്കേണ്ടവനല്ല, നീ നിലവിളിക്കേണ്ടവനല്ല. കൂടാരത്തിനുള്ളിൽ ഒന്നും കാണുവാൻ കഴിയത്തില്ല, അന്ധകാര നിബിഡമാ, വലിയ വെളിച്ചങ്ങളില്ല, കാര്യങ്ങൾ കാണുവാൻ വ്യക്തമായി കാണുവാൻ കഴിയാത്തൊരു മണ്ഡലത്തിലായിരിക്കുന്ന ആ കൂടാരത്തിൽ നിന്ന് ദൈവം അവനെ, ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഇമാജിനേഷൻ പറയാം, അവനെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രികാലം ചിലരുടെ കാര്യങ്ങളെ ദൈവം പിടിക്കട്ടെ. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരട്ടെ. നീ ഇരിക്കുന്ന മണ്ഡലത്തിൽ, ഇരുളടഞ്ഞ മണ്ഡലത്തിൽ സംശയത്തിന്റെ കൂടാരം ഇന്ന് രാത്രികാലം ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി 2025 ദൂത് പറയുക ദൈവദാസന്മാരോട്, നീ ഇരിക്കുന്ന ഇരുളടഞ്ഞ കൂടാരത്തിൽ നിന്ന്, സംശയത്തിന്റെ കൂടാരത്തിൽ നിന്ന്, ഭാരത്തിന്റെ കൂടാരത്തിൽ നിന്ന്, അവിശ്വാസത്തിന്റെ കൂടാരത്തിൽ നിന്ന് come out, come out. അബ്രഹാമേ, നീ പുറത്തു വാ, നീ ആകാശത്തേക്ക് നോക്കിയേ. നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ? കഴിയത്തില്ല. നീ പറയുന്നതൊക്കെ സന്തതികളിലെന്നാണ്. നിന്റെ സകല സമ്പത്തിനും നിന്റെ ഭവനത്തിൽ ജനിച്ചു വളർന്ന ദാസനാണെന്നാണ് നീ പറയുന്നത്. അല്ല, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാക്കും എന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികളല്ല, ശോഭിക്കുന്ന സന്തതികൾ. ഇന്ന് രാത്രികാല ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, നീ ചിന്തിക്കുവാൻ കഴിയാത്ത, നീ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത, നിനക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്ത ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ എന്റെ ദൈവം 2025 തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ സന്തോഷത്തോടെ കാര്യങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. Come on, come on, come on, come on, come on. അബ്രഹാമേ, നിന്നെ ഞാൻ വിളിച്ചത് കൂടാരത്തിൽ ഇരിക്കാൻ വേണ്ടിയല്ല, അവിശ്വാസത്തിന്റെ കൂടാരത്തിൽ, പുറുപുറുപ്പിന്റെ കൂടാരത്തിൽ, കാര്യങ്ങൾ ഭാവി വ്യക്തമായി കാണുവാൻ കഴിയാത്ത കൂടാരത്തിൽ ഇരിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്. നീ അബ്രഹാമിന്റെ ദൈവത്തിന്റെ സ്നേഹിതനാകാൻ വേണ്ടിയാ. എന്തോ മനസ്സിലായി? നീ അങ്ങനെ ഇരിക്കേണ്ടവനല്ല. നീ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പേരിന് ലഭിക്കുവാൻ നീ യോഗ്യനാണെന്ന് ഓർത്തോണം. നീ അത് മാത്രമല്ല, വിശ്വാസികളുടെ പിതാവാണ് ആകുവാൻ വന്ന് ദൈവത്തിന്റെ പ്ലാൻ എന്ന് നീ ഓർത്തോണം. നീ ഒരു സാധാരണ വ്യക്തിയായി കൂടാരത്തിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല അബ്രഹാമേ. നിന്നെ ഞാൻ വിളിച്ച വിളി എന്ന് പറയുന്നത് ഉന്നതമായ വിളിയാണ്, അത് വിശുദ്ധ വിളിയാണ്, വലിയ പദ്ധതിയോടുള്ള വിളിയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന് ഇപ്പോൾ താൻ ആരാകാൻ പോകുന്നുള്ളതായ കാര്യങ്ങൾ വ്യക്തമല്ല. വ്യക്തമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ, ദ ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ള വ്യക്തി ആ കൂടാരത്തിൽ പുറപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുവാൻ യോഗ്യതയുള്ള അബ്രഹാമാണ് ഇപ്പോൾ കൂടാരത്തിനുള്ളിൽ അവിശ്വസിച്ചിരിക്കുന്നത്. നീ പുറത്തു വന്ന് ആകാശത്തേക്ക് നോക്ക്. ഇന്ന് രാത്രികാലം ഒലവക്കോട് ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ അവസാന രാത്രിയിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഇരിക്കുന്ന കൂടാരത്തിൽ നിന്ന്, ഞാൻ പറയുന്ന ലിറ്ററലി കൂടാരത്തിന്റെ കാര്യമല്ല, ഇരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് നീ പുറത്തു വന്ന് നീ വിശ്വാസ കണ്ണുകളാൽ നോക്കിക്കേ. നാം എബ്രായ ലേഖനത്തിൽ കാണുന്ന പോലെ തന്റെ മകനായ ഇസ്ഹാക്കിനോടും കൊച്ചുമകനായ യാക്കോബോടും കൂടെ കൂടാരങ്ങൾ പാർത്ത് ദൈവശില്പിയായി പണിയുന്ന അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ stop murmuring. പുറവരപ്പ് നിർത്ത്, അവിശ്വാസം നിർത്ത്. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതികളുണ്ടെന്ന് ഇന്ന് രാത്രികാലം പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും, എത്ര പേര് ഏറ്റെടുക്കും?
ഒന്നും പ്രാപിക്കത്തില്ല. പക്ഷെ യു നീഡ് ടു കം ഔട്ട്. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാം അത് വിശ്വസിച്ചു, അതവനെ നീതിയായി. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ മഹായോഗത്തിൽ വിശ്വാസത്താൽ പുറത്തു വരുന്ന ചില വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് വിവേചിച്ച് രാത്രികാലം സംസാരിക്കുക. യു കം ഔട്ട്. നീ മണിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നാൽ ദൈവം നിന്നെ അത്ഭുതത്തിന്റെ സാക്ഷികളാക്കി നിന്റെ ദേശത്ത് തീർക്കുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ ചെറിയ വിശ്വാസം മതി, അത് നീതിയായി കടക്കിടുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നീ പുറത്തു വാ. 2025 നീ പുറത്തു വാ. അവിശ്വാസത്തിൽ നിന്ന് പുറത്തു വാ. സംശയത്തിൽ നിന്ന് പുറത്തു വാ. പിറുപിറുപ്പിൽ നിന്ന് പുറത്തു വാ. അത്ഭുതത്തിന്റെ വർഷമാക്കി, വിടുതലിന്റെ വർഷമാക്കി നിന്നെ തീർക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാ? ഭാവി വാഗ്ദാനങ്ങൾ കാണിക്കുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. ദൈവം അവനെ ഇരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. 3-4 കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം അടുത്ത ചിന്തയിലേക്ക്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. ഒന്നാമത് ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നു. രണ്ടാമത് വായിച്ച വാക്യം നമുക്ക് വളരെ സുപരിതമായ വ്യക്തമായി അറിയാവുന്ന ഒരു വേദഭാഗമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. നീ പുറത്തു വന്ന് യഹോവയുടെ പർവ്വതത്തിൽ, ഇല്ലയോ? നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനാണ് ഏലിയാവ്. വളരെ ശക്തനായ പ്രവാചകൻ ഏലിയാവിനെ പോലെ ശക്തനായ ഒരു പ്രവാചകൻ പഴയ നിയമത്തിൽ ഈസ് എ ഹീറോ. അത്ഭുതങ്ങൾ ചെയ്ത ശ്രേഷ്ഠനായ ഏലിയാവ്. തിസ്ബിയനായ ഏലിയാവ് ശുശ്രൂഷ ആരംഭിച്ചത് നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. എന്നാൽ തിസ്ബിയനായ ഏലിയാവ് രാജാവിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൂത് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ആ കാലഘട്ടത്തിൽ ആഹാബും ഇസബേലും ജീവനുള്ള സത്യദൈവത്തെ പിൻപറ്റുന്നതിന് പകരം അവര് ബാലിന്റെയും അശ്വേരയുടെയും പ്രവാചകന്മാരെ നിയമിച്ച് അവിടെ ബലിപീഠങ്ങൾ ഉണ്ടാക്കി അതിന് യാഗമർപ്പിച്ച് ജനത്തെ വഷളത്വത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടം. ഇസ്രായേൽ മക്കളെ ദൈവത്തിനെ വിളിച്ചു വേർതിരിച്ചത് സത്യദൈവത്തെ പിൻപറ്റുവാൻ, ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ. എന്നാൽ ഇപ്പോൾ അവരെ ഭരിക്കുന്ന രാജാവ് പോലും സീദോന്യ രാജാവ് യദ്ബാലിന്റെ മകളായ ഇസബേലിനെ വിവാഹം കഴിച്ച് അവിടെ കൂടെ കൊണ്ടുവന്നായ പ്രവാചകന്മാരെ ദേശത്തുടനീളം അയച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ വഴിതെറ്റിക്കുന്ന മധ്യത്തിൽ ഒരു ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന് വേണ്ടി ഏകനായി നിൽപ്പാൻ തീരുമാനിച്ചു. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഏകനായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഏലിയാവിനെ ഓർത്താൽ മതി. രാജാവും രാജ്ഞിയും ദേശത്തുള്ള സകല ജനങ്ങളും ജീവനുള്ള ദൈവത്തിന് എതിരായി നിൽക്കുമ്പോൾ ഒരു വ്യക്തി തീരുമാനിച്ചു, ഐ വിൽ സെർവ് ദ ലോർഡ്. ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കും. നമ്മുടെ നാട്ടിൽ ഇന്ന് രാത്രികാലം അങ്ങനെ ചില ജീവിതങ്ങൾ തീരുമാനിച്ചത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാടോടുമ്പോൾ നടുവേ ഓടുകയല്ല, അതിന്റെ മധ്യത്തിൽ ജീവനുള്ള ദൈവം ആരാണെന്ന് തെളിയിപ്പാൻ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് കഴിവെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ.
രാജ്യം മുഴുവനും ആഹാബ് രാജാവിന്റെ രാജ്ഞിയുടെയും 450 ബാലിന്റെയും 400 അശ്ശേരയുടെ പ്രവാചകന്മാർ 850 പേരും ജനം മുഴുവൻ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറു സൈഡിൽ ഒരു വ്യക്തി നിൽക്കുക, ഏകനായി ദൈവത്തിന് വേണ്ടി. പക്ഷെ അവൻ ഏകനല്ല, അവന്റെ കൂടെ സത്യദൈവമുണ്ട്, അവന്റെ കൂടെ ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം നീയും ദൈവത്തോടെ നിന്നാൽ അതാ മെജോറിറ്റി. ലോകം മുഴുവൻ എതിർത്താലും, ആരെല്ലാം എതിർത്താലും, ഇന്ന് രാത്രികാലം ദൈവത്തോടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തോടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങളാ മെജോറിറ്റി. വിക്ടറി ഈസ് ഓൺ അവർ സൈഡ്. നമ്മുടെ സൈഡിലാ ജയം. അവരോടുകൂടെ മാനുഷ്യ ഭുജങ്ങളെ ഉള്ളൂ, നമ്മളോടുകൂടെ വീരനാം ദൈവം, സത്യദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് തനിയെ നിൽക്കാനുള്ളതായ ഈ പ്രാഗൽഭ്യവും ധൈര്യമൊക്കെ ദൈവം തന്നിരിക്കുന്നത്. ബിക്കോസ് വി ഹാവ് എ തിങ്കിങ് ദാറ്റ് ഐ ആം നോട്ട് അലോൺ. ഞാൻ തനിയല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു, അതാ മെജോറിറ്റി. ഇന്ന് രാത്രിക്കാൽ നീ ദൈവത്തോടെ കൂടെ മെജോറിറ്റി അതാ. ലോകം മുഴുവൻ നിനക്ക് അനുകൂലമായാലും ദൈവം എതിരാണെങ്കിൽ, ദൈവത്തിന്റെ കരം നിനക്ക് പ്രതികൂലമാണെങ്കിൽ ഒരു പ്രയോജനമില്ല. ഇന്ന് രാത്രിക്കാലം ദൈവത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവേ, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും എൻ്റെ ദൈവത്തിന്റെ കരം, അനുകൂലമായ കരം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ ആം ഓൺ ദ വിക്ടറി സൈഡ്. രാജ്യം മുഴുവനും രാജ്ഞിയും രാജാവും പ്രവാചകന്മാരും എല്ലാം ദൈവത്തിനെതിരായി നിന്നപ്പോൾ ഒരു വ്യക്തി തീരുമാനിച്ചു, ഐ വിൽ സ്റ്റാൻഡ് ഫോർ മൈ ലിവിംഗ് ഗോഡ്. ഞാൻ സത്യദൈവത്തിനും ജീവനുള്ള ദൈവത്തിനും വേണ്ടി നിലകൊള്ളും. ഈ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നമ്മൾ കാണുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ കൂടുതൽ കാണുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി 3 സംവത്സരവും 6 മാസവും മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ തടുത്തു കളഞ്ഞു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം ദേശത്ത് മഴ പെയ്തില്ല. എന്തോ മനസ്സിലായി? ഒരു വ്യക്തി ആ ഗിലിയാദിന്റെ മലഞ്ചെരുവിൽ എവിടോ ഇരുന്നു കൊണ്ട് ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ വചനത്തിൽ വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വഴിവിട്ട് ജനം പിന്മാറി പോകുമ്പോൾ അവൻ ആകാശത്തെ ചെമ്പായും ഭൂമിയെ ഇരുമ്പ് പോലെ ആക്കാമെന്ന് നിന്റെ വചനത്തിൽ വാഗ്ദത്തമുണ്ട്. ഞാനത് ക്ലെയിം ചെയ്യുക. ഇന്ന് രാത്രികാലം അത് ക്ലെയിം ചെയ്യുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. നീ ദൈവത്തിന്റെ വചനത്തിൽ വിരലൂന്നിക്കൊണ്ട് വിശ്വാസത്താൽ പ്രഖ്യാപിച്ചാൽ അതുപോലെ ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് സഭാ സ്വഭാവമുള്ള മനുഷ്യൻ, അതാ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇനി അവന് ഈസ് സൂപ്പർമാനോ വലിയ ഹീറോ വല്ലോ ആണെങ്കിൽ നമുക്ക് ഇനി അത് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മുടെ കൂടെ സമസ്വഭാവമുള്ളതെങ്കിൽ ഏലിയാവ് ചെയ്ത കാര്യം നമുക്കും ചെയ്യാൻ ഒക്കത്തില്ലേ? അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഇനി പുള്ളി ഒരു സൂപ്പർ ബീയിങ്ങാ, ഒരു അസാധാരണ മനുഷ്യനാ, അതുകൊണ്ട് പുള്ളി ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ട് വീക്ക്നെസ് ഉള്ള മനുഷ്യനാണ്. അതല്ലേ നമ്മളെ വായിച്ചത്, അങ്ങോട്ട് നമ്മൾ വരിക. അപ്പോൾ ഏലിയാവ് ദൈവത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ദേശത്തിന്റെ മ്ലേച്ഛത, ഈ ജനം പാപത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ വചനത്തിൽ ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും വായിക്കുന്നു, ഈ കൽപ്പന വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ ഞാൻ ആകാശത്തെ ചെമ്പും ഭൂമിയെ ഇരുമ്പാക്കി തീർക്കുമെന്ന് നിന്റെ വചനത്തിൽ വായിക്കുന്നെങ്കിൽ നിന്റെ ദാസനായ ഞാൻ ആ വാഗ്ദത്തത്തിൽ, ആ വചനത്തിൽ വിരൽചൂന്നി പ്രാർത്ഥിക്കുന്നു, ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. ഏലിയാ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടോ? കേട്ടു, ദൈവം കേട്ടു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. 2025 ചില പ്രിയപ്പെട്ടവർ അങ്ങനെ ചില പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം ആരാണെന്ന് ദേശത്ത് വെളിപ്പെടുത്തുവാൻ, സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ, ദൈവമേ, ഒരിക്കലും ആരും ചെയ്തിട്ടില്ലാത്തൊരു അത്ഭുതമാത്, ആരെങ്കിലും ചെയ്ത് കണ്ടൊരു അത്ഭുതമാണെങ്കിൽ സാരമില്ല. അതിനു മുമ്പ് ആരും ആകാശത്തെ അടച്ചിട്ടില്ല,
മഴയെ തടുത്തിട്ടില്ല. അങ്ങനെ ചരിത്രം മുമ്പ് ഉണ്ടായിട്ടില്ല. ആരും ചെയ്തൊരു അത്ഭുതം ആവർത്തിക്കുകയല്ല. ആരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത കാര്യം ആവർത്തിച്ച് ചെയ്യുകയല്ല. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് പുതിയ ശുശ്രൂഷ ചെയ്യുവാൻ, ആരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഏലിയാ പറഞ്ഞ ദൈവം കേട്ടോ? ദൈവം കേട്ടു. ആകാശം പൂട്ടി താക്കോല് ഏലിയാ പോക്കറ്റിലുണ്ടാക്കി. ഞാൻ പറയണ മഴ പെയ്യണമെങ്കിൽ ആകാശം പൂട്ടി താക്കോല് പോക്കറ്റിലിട്ടിരിക്കുക. ഇനി ഞാൻ കൽപ്പിക്കണം മഴ പെയ്യണമെങ്കിൽ. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാത്രി കഴിഞ്ഞ ദൂതി ഞാൻ വിളിച്ചു പറയാം. സേവിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിപ്പാൻ, നീ ആ ദൈവത്തെ പിൻപറ്റുന്നുവെന്ന് തെളിയിക്കുവാൻ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഒരു കാര്യം ചെയ്താൽ, ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ എൻ്റെ ദൈവം ചെയ്യുമെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം അതരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ ആത്മാവിൽ ജാഗരിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവേ, ആരും ചെയ്തിട്ടില്ലാത്തൊരു ശുശ്രൂഷ, ആരും ചെയ്തിട്ടില്ലാത്തൊരു അത്ഭുതം, സത്യദൈവം ആരാണെന്ന്, ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ 2025 ഒലവക്കോട് സെന്ററിൽ, പട്ടാമ്പി സെന്ററിൽ ചെയ്യുവാൻ ചില ദൈവദാസന്മാരെ ഇന്ന് രാത്രികാലം ആഹ്വാനം ചെയ്യുക. ശക്തനായ ഏലിയാവ് നമ്മുടെ യേശു ജനിച്ചപ്പോൾ പോലും, യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ചില ആളുകൾ, ജനം എന്നെക്കുറിച്ച് ആര് എന്തോ പറയുന്നു എന്ന് യേശു ചോദിച്ചോന്നെ പറഞ്ഞ്, നീ പഴയ നിയമത്തിലെ ഏലിയാവാണ്, അപ്പോൾ കുറഞ്ഞ പുള്ളിയായിട്ടാന്നോ? അന്നോ പക്ഷേ അല്ല. യേശുവായിട്ട് കമ്പയർ ചെയ്ത് പറയണേ കുറഞ്ഞ പുള്ളിയായിട്ടല്ല, നീ പഴയ നിയമത്തിലെ ഏലിയാവോ യെരമ്യാവോ എന്നൊക്കെയാ പറഞ്ഞത്. അപ്പോൾ ഏലിയാവ് ചെറിയൊരു പുള്ളിയല്ല, പക്ഷെ അവൻ നമ്മുടെ സാധാരണ നമ്മുടെ സ്വഭാവമുള്ള വ്യക്തിയാണ്. അവൻ അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കാരണം അവൻ അസാധാരണ ദൈവത്തെ വിശ്വസിച്ചു. പ്രൈസ് ഗോഡ്. അങ്ങനെ അവനെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നമുക്ക് തുടർമാനമായിട്ട് അറിയാം. ഒരു പ്രാർത്ഥനാ വീരനായിരുന്നല്ലോ ഏലിയാവ്. ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലാണ്. അവൻ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ഏലിയാവിന്റെ 4-5 പ്രാർത്ഥന നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. പ്രാർത്ഥിച്ചതായിട്ട് തന്നെ ഒന്ന് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. സാരെഫാത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദാസനായ ഏലിയാവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞുമായിട്ട് പ്രാർത്ഥനാ മുറിയിൽ കയറി ഇറങ്ങി വന്നത് ഡെഡ് ബോഡിയുമായിട്ടല്ല, ജീവനുള്ള പൈതലുമായിട്ടാണ്. അത്രയ്ക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മരണപ്പെട്ടതായ അവസ്ഥയിലുള്ളതായ വിഷയങ്ങളുമായി, എല്ലാം അസ്തമിച്ചെന്ന് തോന്നുന്ന വിഷയങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ ഇറങ്ങി വരുന്നത് മരണപ്പെട്ട വിഷയമായിട്ടല്ല, ഹല്ലേലൂയ, ഡെഡ് ബോഡിയുമായിട്ടല്ല, ജീവനുള്ള പൈതലുമായി. ഇന്ന് രാത്രികാലം അനുഭവമുള്ള ദൈവമക്കൾ മാത്രം ചില നിമിഷങ്ങളെ കാര്യങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് അനുഭവിച്ചിട്ടുള്ള ദൈവദാസന്മാർ, ഹോപ്പില്ലാത്ത ഹോപ്പ്ലെസ് വിഷയമായി, മരണപ്പെട്ട വിഷയമായി, ഡെഡ് ബോഡിയുമായി പ്രാർത്ഥനാ മുറിയിൽ കയറി, പക്ഷെ പുറത്തു വന്നത് ജീവനുള്ള പൈതലുമായിട്ടാണ്. അതാ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. അതാണ് അവന് രണ്ടാമത്തെ പ്രാർത്ഥന ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന കർമ്മേലിന്റെ ഒടിമുടിയിൽ സത്യദൈവം ആരാണെന്ന് തെളിയിച്ചതായ പ്രാർത്ഥന. ജനത്തെ ആഹ്വാനം ചെയ്തു. ഞാനിത് വിവരിക്കുന്നില്ല, ചരിത്രമൊക്കെ നമുക്കറിയാം. 2 യാഗങ്ങൾ നടക്കിയ അശേര ബാലിന്റെ ദൈവവും ജീവനുള്ള ദൈവവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയതായ ഏക സന്ദർഭം ബൈബിളിൽ ഇവിടെ.
സ്തോത്രം. രണ്ട് ശക്തികൾ നമ്മെ ഏറ്റുമുട്ടിയത് ഒരേ സ്ഥലത്ത് ഒരേ പർവ്വതത്തിൽ. ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അവൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ പണിത് വിറക് അടുക്കി കാളയെ കണ്ണം കണ്ണമായി മുറിച്ച് അവിടെ വെച്ച് വെള്ളം കോരി ഒഴിച്ച്, അതൊക്കെ വിശ്വാസത്തെ കാണിക്കുന്ന, വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, സമയമില്ലല്ലോ. ഏലിയാവിന് അറിയാം പാസ്റ്റേ, ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കുന്ന തീയ് ഭൂമിയിലെ വെള്ളത്തിൽ കത്തുന്നതാ. എന്തോ പിടി കിട്ടി നിങ്ങൾക്ക്? ഈ ഭൂമിയിലെ വെള്ളം, ഈ തീയ് നമ്മുടെ ഭൂമിയിലെ വെള്ളം അണയ്ക്കുമ്പോൾ ഭൂമിയിലെ വെള്ളത്തിൽ കത്തിക്കുന്ന സ്വർഗത്തിലെ തീ. ദൂതുവല്ലം പിടി കിട്ടി എന്തുവന്ന് എന്ന് പറഞ്ഞാൽ അസാധ്യ, ഇമ്പോസിബിൾ തിങ്സ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാ. ഏലിയാവിന് അറിയാമായിരുന്നു, എത്ര വെള്ളം കോരി ഒഴിച്ചാലും, അല്ല വെള്ളം കൊണ്ട് മുഴുവൻ നിറച്ചാൽ പോലും ആ വെള്ളത്തിൽ കത്തുന്ന സ്വർഗത്തിൽ ദൈവം അയക്കുന്ന തീ. ഇത് ഭൂമിയിലെ തീയല്ല, ഈ ഭൂമിയിലെ തീയുടെ ശക്തിയെ കെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് എബ്രായ ബാലന്മാരിൽ നമ്മൾ കാണുന്നു. അത് ഏലിയാവിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന. നാലാമത്തെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് നമ്മൾ കാണുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലാണ്. അത് അവൻ മുട്ടുകളുടെ ഇടയിൽ തലയിട്ടുകൊണ്ട് ദൈവത്തോടെ പ്രാർത്ഥിച്ചു, മഴ പെയ്യാൻ വേണ്ടി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ചെറിയ കൈപ്പത്തി പോലെ ഒരു മേഘമുണ്ട്, ഡസൻ മാറ്റർ, സാരമില്ല, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഇന്ന് രാത്രികാലം വിശ്വാസ കാതുകളിൽ കേൾക്കാൻ കഴിയുമോ വലിയ മഴയുടെ മുഴക്കം വല്ലോ? അസാധ്യമായി തോന്നുന്ന കാര്യങ്ങളൊക്കെയാ പക്ഷേ പറയുന്നത്. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് കാണുവാനുള്ള കണ്ണുണ്ടോ, കേൾക്കുവാനുള്ള ചെവിയുണ്ടോ? പുറമേയുള്ള ചെവി കൊണ്ടൊന്നും കേൾക്കാൻ കഴിയത്തില്ല. വിശ്വാസ കണ്ണുകൾ കൊണ്ട്, വിശ്വാസത്തിന്റെ ചെവി കൊണ്ട് ഇന്ന് രാത്രികാലം 2025 ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ കാണുന്ന കേൾക്കുന്ന വിശ്വാസികൾ, ദൈവദാസന്മാർ, ദൈവത്തിന് മഹത്വം കൊടുക്ക്. പഞ്ചാബിൽ വലിയ ഉണർവടക്ക. പഞ്ചാബിൽ അതെന്തുകൊണ്ട് പാലക്കാട്ട് നടന്നുകൂടാ? പഞ്ചാബിലെ ദൈവവും ആ പാലക്കാട്ടെ ദൈവവും. സ്തോത്രം. മഴ പെയ്തു ദേശത്ത്. ആഹാബ് ഈ രഥം പൂട്ടി പോയി. മഴ നിന്നെ തടുക്കാതിരിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു ഏലിയാവ് പറഞ്ഞു. താൻ രഥം പൂട്ടി മുമ്പോട്ട് പോയി. ഏലിയാവിന് മേൽ ദൈവത്തിന്റെ കാര്യം, ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആഹാബിന്റെ രാജാവിന്റെ രഥത്തിന് മുന്നേ ഓടി. ഞാൻ നിങ്ങളെ പ്രസംഗിക്കുമ്പം പറയാറുണ്ട്, ആഹാബ് രാജാവിന്റെ രഥത്തിൽ വ്യാപരിച്ചത് ഹോഴ്സ് പവറാ, പക്ഷേ ഏലിയാവ് മേൽ വ്യാപരിച്ചത് ഹോളി സ്പിരിറ്റാ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഹോഴ്സ് പവർ ആണോ മോനെ പവർ? ഹോളി സ്പിരിറ്റ് ആണോ? പറ, ഉറക്കെ പറ. ഓഹോ ഹല്ലേലൂയ. ചില വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെന്ന് രാത്രികാലം. ലോകത്തിലെ ശക്തി അളക്കുന്നത് ഹോഴ്സ് പവറില്ല. നമ്മുടെ കിണറ്റിലെ മോട്ടർ, വണ്ടിയുടെ മോട്ടോർ സൈക്കിളിന്റെ പവർ ഒക്കെ ഹോഴ്സ് പവറില്ല അളക്കുന്നത്. എന്നാൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, ഈ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് ഹോളി സ്പിരിറ്റാ, അത് ഹോഴ്സ് പവർ അല്ലോ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. മിസ്രൈമിലെ പെൺകഴുതുകളെ കെട്ടിയ ആഹാബ് രാജാവിന്റെ രഥത്തിൽ വ്യാപരിക്കുന്നത് ഹോഴ്സ് പവർ ആണെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകത്തിന്മേൽ വ്യാപരിക്കുന്നത് ഹോളി സ്പിരിറ്റാ. ആരാ ജയിച്ചത്? പക്ഷെ അടുത്തത് പറയുമ്പോഴാണ് നമുക്ക് വിഷമം. ഈ 4 പ്രാർത്ഥന ദൈവം കേട്ടു, ഈ 4 പ്രാർത്ഥനയും ദൈവം കേട്ടു. പക്ഷെ 5ാമതൊരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ അങ്ങനെ പറയുന്നത് അൺആൻസേർഡ് പ്രയർ ഓഫ് എ പ്രയർ വാരിയർ. പ്രാർത്ഥനാവീരനായ ഒരു മനുഷ്യന്റെ മറുപടി ലഭിക്കാത്ത പ്രാർത്ഥന. ഏലിയാവ് പ്രാർത്ഥനാവീരനായിരുന്നു. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന, അതിൽ കൂടുതൽ പ്രാർത്ഥിച്ചു, തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു കാണുമല്ലോ, അതിന് സംശയമില്ല. പക്ഷേ വ്യക്തമായി നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന 4 പ്രാർത്ഥനകൾ, ഒന്ന് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി, പിന്നെ മരിച്ച കുഞ്ഞിനു വേണ്ടി, പിന്നെ തീ ഇറക്കാൻ വേണ്ടി, പിന്നെ മഴ പെയ്യിക്കാൻ വേണ്ടി. ഈ 4 പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകി. 5ാമതൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അതിന് മറുപടി ലഭിച്ചില്ല.
മറുപടി ലഭിക്കാതിനാൽ സ്തോത്രം. നമ്മുടെ ചില മറുപടിക്കൊന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്ന് രാത്രികാലം സ്തോത്രം ചെയ്തോണം. ആഹാബ് രാജാവിന്റെ ഭാര്യ യെസബേലിന്റെ ഭീഷണിയുടെ മുമ്പിൽ നടുങ്ങിപ്പോയ ഭയപ്പെട്ട ഏലിയാവ് ഓടി ബേർഷേബ മരുഭൂമിയിൽ പോയി ചൂരച്ചുവയുടെ കീഴിൽ കിടന്നു മരിപ്പാൻ ആഗ്രഹിച്ചു. മതി യഹോവേ, മതി, എൻ്റെ ജീവൻ എടുത്തോളണം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയോ? ഇല്ല. 3500 വർഷങ്ങളായി ഇതുവരെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. എന്താ പറയുക? 3500 വർഷങ്ങളായിട്ടും ഇന്നും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്നും. അന്ന് രാത്രിക്കാലം നിങ്ങൾ പേടിച്ചിരിക്കുക. പേടിക്കണ്ട, നിങ്ങളുടെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാഞ്ഞുകൊണ്ടായിരിക്കുന്ന ഇവിടെ. ഇന്ന് രാത്രികാലം ഈ വിശുദ്ധന്മാരുടെ പന്തിയിൽ ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പല പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കാഞ്ഞതാ. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഭാരങ്ങൾ വന്നപ്പോൾ, നിരാശകൾ വന്നപ്പോൾ, വേദന വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് മരിച്ചാൽ മതി കർത്താവേ എന്ന് പറഞ്ഞു. എന്നാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞതുകൊണ്ട് ഈ ഒലവക്കോട് ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ദൈവം നിന്നെ സന്തോഷത്തോടെ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഏലിയാവിനെ തട്ടി ഉണർത്തി ഒരു ദൂതനെ അയച്ചു. തുരുത്തിയിലെ വെള്ളവും കനലിൽ ചുട്ട അടയും കൊടുത്തു വിട്ടു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം പലപ്പോഴും ഏലിയാവിൻ്റെ ഒക്കെ ശബ്ദമായിട്ടാണ് സംസാരിച്ചത്. ദർശനം അല്ലെങ്കിൽ സ്വപ്നം അല്ലെങ്കിൽ ദൈവദാസന്മാരിൽ കൂടെ നമ്മുടെയൊക്കെ സംസാരിക്കുന്നവർ ഞാനീ പറയുന്നത്. ചിലപ്പോൾ സ്വപ്നത്തിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ ദർശനത്തിൽ കൂടെ ആയിരിക്കും, ചിലപ്പം പ്രവാചകന്മാരിൽ കൂടെ ആയിരിക്കും, ചിലപ്പം പ്രാസിംഗിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ദൈവം വായിക്കുന്നതിലൂടെ ആയിരിക്കും. വേണ്ടി വന്നാൽ ദൈവം ദൂതന്മാരെ അയക്കും. എന്തോ മനസ്സിലായി? ദൂതന്മാരെ അയച്ച സംഭവങ്ങൾ ബൈബിളിനകത്ത് ഉടനീളമുണ്ട്. നമ്മുടെ പ്രതിസന്ധികൾ നമ്മളെ ശക്തീകരിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ ദൂതന്മാരെ അയച്ച ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗത്സമന തോട്ടത്തിൽ ബലഹീനനായി പോയപ്പോൾ അവരെ ശക്തീകരിക്കുവാൻ ദൈവം ദൂതനെ അയച്ചു. ഹല്ലേലൂയ. അശൂർ പാളയത്തിൽ ദൈവം ദൂതനെ അയച്ച് 1,85,000 പേരെ നിഗ്രഹിച്ചു കളഞ്ഞു. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ദൈവം ദൂതനെ അയച്ചു വിടിവിച്ചു. പൗലൂസ് കൂട്ടിൽ നിരാശയോടെ റോമിലോട്ട് പോകുന്നേ. നിരാശപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് രാത്രി ദൈവം തന്റെ ദൂതനെ അയച്ച് പൗലൂസ് പറയുക, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്കൽ നിന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ദൈവ ശബ്ദമായിട്ടല്ല, പ്രവാചകന്മാരുടെ അല്ല, എൻ്റെ ദൈവം നേരിട്ട് ഇറങ്ങുമെന്നും എൻ്റെ ദൈവം ദൂതന്മാരെ അയക്കുമെന്നും ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന, അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചുമ്മാ അനുഭവമില്ലാതെ എന്തെല്ലാം പ്രസംഗിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇതെൻ്റെ തൊഴിലല്ല, അതുകൊണ്ട് ഇതെൻ്റെ ശുശ്രൂഷയാണ്. അനുഭവമില്ലാതെ പ്രസംഗിക്കുന്നതല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൂതൻ ഇറങ്ങിയ, വാഹനത്തിൽ ഇറങ്ങിയ സംഭവം അത് നിങ്ങളുടെയൊക്കെ പറയണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ മേരി കോരമ്മയുടെ ജീവിതത്തിൽ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനത്തെ എഴുതിയിട്ടുണ്ട്. ജോൺസൺ ഡാനിയിലൊന്നും എഴുതിയേക്കുന്നത്. കർത്താവിൻ്റെ ദാസി മൺമറഞ്ഞ സിസ്റ്റർ മേരി കോവർ അവറുകൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് 1 മാസം പാർത്തപ്പോൾ കർത്താവിൻ്റെ ദാസിയെ കൊണ്ട് ശുശ്രൂഷിക്കാൻ, പ്രസംഗിക്കാൻ വേണ്ടി ഓക്ലോമായിക്ക് പോകുമ്പോൾ റോഡ് സൈഡിലുണ്ടായ ഒരു സംഭവമാണ്. കർത്താവിൻ്റെ ദാസൻ 7 സാം കുടിച്ചാൻ മേരിക്കോരു അമ്മയെ ഇൻ്റർവ്യൂ നടത്ത സമയപ്പോൾ ചോദിച്ചു, അമ്മാമേ, ശുശ്രൂഷയിലായിട്ട് ദീർഘവർഷങ്ങളായല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ മറക്കാൻ കഴിയാത്ത അനുഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം എഴുതിയേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ജിജ്ഞാസ കാണും, എന്തോ അറിയാമല്ലയോ? ഒരു വാചകത്തെ ഞാൻ പറയാൻ പെട്ടെന്ന്, അത് പറയണമെങ്കിൽ കോരിത്തിരിക്കും നമ്മൾ. ഞങ്ങൾ അമ്മാമയെ അങ്ങോട്ട് പോവാ. ഞങ്ങളുടെ ഒരു പഴയ വണ്ടിയാണ്, ഒരു പൊത്ത വണ്ടി, സെക്കൻഡ് ഹാൻഡ്, $2,700 വാങ്ങിച്ചൊരു പഴയ വണ്ടി. അതിലാ പോകുന്നത്. ശബ്ദം കേട്ടു. ചുരുക്കി അങ്ങ് പറയാം, വിജനമായ സ്ഥലത്ത്, സെൽഫോൺ ഇല്ലാത്ത കാലത്ത്, നമ്മളീ പറയുന്നത് 35 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം പറയുന്നത്. 35 വർഷങ്ങൾക്ക് മുമ്പ് ടയർ പൊട്ടി, സൈഡിൽ നിർത്തി. ഒരു മനുഷ്യൻ വന്ന് വെള്ളക്കാരൻ സഹായിച്ചു.
അതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ്. അതൊക്കെ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ദൂതിലേക്ക് വരാമത്തില്ല. എങ്കിലും ഇത് പറയേണ്ട ആവശ്യമായുണ്ട്. ഒരു മനുഷ്യൻ വന്നു, ഞങ്ങളെ സഹായിച്ചു. അവർ ദൈവവൈദ്യനായിരുന്നു. അദ്ദേഹം ഓഫീസിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലൂടെയൊക്കെ പറഞ്ഞു, നിന്റെ വണ്ടി എടുത്തോണ്ട് നീ ഇന്ന റോഡിൽ കൂടെ ഇന്ന രീതിയിൽ ഇന്ന സ്ഥലത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. എന്തിനാ പോകുന്ന കർത്താവേ, ഞാനിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. നോ, ഐ വാണ്ട് യു ടു ഗോ. ആ ശബ്ദം കേട്ട് പുള്ളി ആ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങളുടെ റോഡിൽ വരിക. അപ്പോൾ പുള്ളിയുടെ കമ്പനിയുടെ വണ്ടിയാണ്. ആ കമ്പനിയുടെ വണ്ടിക്കകത്ത് ഒരാളിനെ കയറ്റിക്കൂടാ. കോൺട്രാക്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ സൂ ചെയ്യും കമ്പനി. അതുകൊണ്ട് ആരെയും കയറ്റിക്കൂടാ. ദൂരെ നിന്ന് പുള്ളി വരുന്ന കണ്ടുകൊണ്ടേ ഞങ്ങളിത് കൈ കാണിക്കുക സഹായത്തിന് വേണ്ടി. 1 മണിക്കൂറായിട്ട് നിൽക്കുക ഞങ്ങൾ റോഡിൽ. ആരോരും ഇല്ലാത്ത വിജനമായ സ്ഥലത്ത്, സെൽഫോൺ ഇല്ലാത്ത കാലത്ത് 35 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഞങ്ങൾ നിൽക്കുക. ഈ മനുഷ്യൻ ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ കൈ കാണിച്ചോണ്ടേ ആ മനുഷ്യനൊക്കെ ദൈവാത്മാവ് പറഞ്ഞ് നിർത്താൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ദൈവമേ, ഞാൻ ഇത് കമ്പനിയുടെ വണ്ടിയാ. നോ, ദേ ആർ മൈ സെർവൻസ്, സ്റ്റോപ്പ്. എൻ്റെ ദാസന്മാരാ, നീ നിർത്തി സഹായിക്കണം. തീർന്നില്ല, സംഭവം വരാൻ പോകുന്നതേ ഉള്ളൂ. നിർത്തി. ഞങ്ങൾ ഇറങ്ങി ഈ ടയർ മാറ്റി ഒരു കമ്പനി കൊണ്ടുപോയി ടയർ ഫിക്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. ഓക്ലോമായിക്ക് ഞങ്ങൾ ഓക്ലോമായിക്ക് പോവുക. ഓക്ലോമായിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വണ്ടി വിട്ട് ഹൈവേയിലോട്ട് കയറി മുമ്പോട്ട് ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്കൊരു സ്റ്റെപ്പിന് ടയറില്ല. സ്റ്റെപ്പിന് ടയർ എടുത്തിരുന്ന മറ്റേ ടയർ പൊട്ടിപ്പോയതാ. നമുക്കൊരു സ്റ്റെപ്പിന് ടയറില്ല. നമുക്ക് എന്ത് വില കൊടുത്താലും സാരമില്ല, നമുക്ക് അടുത്തുള്ള ഇവിടെ ഒരു കടയിൽ കയറി ഒരു ടയർ വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. അങ്ങനെ സൈൻ കണ്ട് ഗുഡിയർ എന്നുള്ള കമ്പനിയുടെ അവിടെ ചെന്ന് ഞാൻ ടയർ വാങ്ങിക്കാൻ വേണ്ടി വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ഇവരെല്ലാവരും അകത്തിരിക്കുക. എൻ്റെ വൈഫ്, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, 4 വയസ്സ് 3 വയസ്സ് 2 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, മേരിക്കൊരു മാമ, ഹസ്ബൻഡ്, എല്ലാവരും വണ്ടിക്കകത്തിരിക്കുക. ഞാൻ അകത്തോട്ട് കയറി ചെന്നെ ഞങ്ങളെ സഹായിച്ച മനുഷ്യൻ മൈലുകൾക്ക് ദൂരെ ഗുഡിയർ ഫാക്ടറിയിൽ ഇരിക്കുന്നു. അദ്ദേഹം അവിടെ ചെന്ന് ആ കസ്റ്റമർ സർവീസ് പറഞ്ഞിരിക്കുക, ഇവിടെ ഒരാൾ വരും ഒരു വണ്ടിയുമായിട്ട്, അതിൻ്റെ ഫ്രണ്ടിലെ 2 പുതിയ ടയർ, 1-ാം തരം 2 ഏറ്റവും കൂടിയ 2 ടയർ മാറ്റിയിട്ട് കൊടുക്കുന്ന പറഞ്ഞിട്ട് പൈസയും കൊടുത്തിട്ട് പുള്ളി അവിടെ ഇരിക്കുക. ഞങ്ങൾ അവിടെ ചെല്ലുന്നത് എന്തുവാ ഗ്യാരണ്ടി? ഞങ്ങൾ ഓക്ലോമാക്കി ഞങ്ങളെ പറഞ്ഞു വിട്ടതാ. എന്തുവാ സംഭവിച്ചത്? പുള്ളി വാഹനമെടുത്ത് മുഴുവനും വേർത്ത് കുളിച്ച മനുഷ്യൻ ഓഫീസിൽ പോകാനൊക്കത്തോണ്ട് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ തന്റെ വാഹനത്തിൽ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, യു കനോട്ട് ഗോ ഹോം. എൻ്റെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങൾ സഹായിച്ചിട്ട് നിനക്ക് വീട്ടിൽ പോകാൻ കഴിയത്തില്ല. അവർക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്. അവർക്ക് 2 ടയർ നീ വാങ്ങിച്ചു കൊടുക്കണം. അയ്യോ ദൈവമേ, അവര് ഓക്ലോമായിക്ക് പോയി. ഡോണ്ട് വറി, നീ ഇന്ന സ്ഥലത്തുള്ളതായ ഗുഡിയർ ഫാക്ടറിയിൽ നീ പോയി അവിടെ ഇരിക്കെ, ഞാൻ അവരെ അവിടെ കൊണ്ടുവരും. നിങ്ങൾ വിശ്വസിക്കുന്നു? ഇത് വെറുതെ പറയുന്നത് കെട്ടുകഥയല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമാണ്. ദൈവത്തിന്റെ ദൂതൻ വാഹനത്തിൽ ഇറങ്ങി അവിടെ കൊണ്ടുവന്നെങ്കിൽ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാ. വിശ്വസിക്കുന്ന കാര്യങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഏറ്റവും വില കൂടി 2 ടയർ മാറ്റിയിട്ടിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ പോയത്. ഈ ഭൂമിയിൽ നമ്മൾ ഇനി ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങൾ സ്വർഗത്തിൽ കാണാമെന്ന്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നിഗ്രഹിച്ചത്, അവൻ സമ്പാദിച്ചത്, അവൻ സംഗ്രഹിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയം തോന്നിയിട്ടില്ല. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, അവൻ വിടിവിക്കുന്ന ദൈവമാ. വിശ്വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഏലിയാവിനെ തട്ടി ഉണർത്തി ഓടാൻ പറഞ്ഞു. 40 രാവും 40 പകലും ഓടി. ഒരു ഗുഹയിൽ കയറിയിരിക്കുക. അപ്പം അവിടെ കയറിയിരിക്കുക. നിനക്ക് അപ്പവും തുരുത്തിയിലെ വെള്ളമൊക്കെ തന്ന് ഓടിച്ചത് ഗുഹയിൽ കയറിയിരിക്കാനല്ല മോനെ. നിന്നെക്കുറിച്ച് വലിയ പ്ലാനുകൾ ദൈവത്തിനുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. എന്തോ മനസ്സിലായി? 2024 നിനക്ക് അപ്പവും വെള്ളമൊക്കെ തന്ന്, നിനക്ക് വേണ്ട നന്മകളും അനുഗ്രഹങ്ങളൊക്കെ തന്ന്, നിനക്ക് കാറ് തന്ന്, വീട് തന്ന്, അതെല്ലാം തന്ന് നിങ്ങളെ ആക്കിയിരിക്കുന്നെങ്കിൽ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കാൻ വേണ്ടിയല്ല. സംശയത്തിന്റെ ഗുഹയിൽ, അവിശ്വാസത്തിന്റെ ഗുഹയിൽ, പുറുപുറുപ്പിന്റെ ഗുഹയിൽ, ഭയത്തിന്റെ, ഭീതിയുടെ, നിരാശയുടെ ഗുഹയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രികൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്.
നമ്മളെക്കാൾ ശക്തന്മാർ ഭക്തന്മാർ വീണു നടന്ന പോർക്കളത്തിൽ 2024 പറ്റുപോയപ്പോൾ നമുക്ക് സ്വർഗത്തിലെ അടയും മന്നയും ഒക്കെ തന്ന് നമ്മളെ മിഷ്ടാന്ന ഭോജനം നൽകി ഞങ്ങളെ 2025 കാണുമാറാക്കിയത് ഇങ്ങനെ ചതഞ്ഞ് നമ്മളിരിക്കാൻ വേണ്ടിയല്ല, സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ വേണ്ടിയാ. ഒരു വീരനെ പോലെ എന്റെ ദൈവത്തിന് വേണ്ടി മോനെ നീ പുറത്തു വാ. നിനക്ക് യെസബേലിന്റെ മുമ്പിൽ നിൽക്കാൻ പേടി, നീ വെളിയിൽ വന്ന പർവ്വതത്തിൽ എന്റെ മുമ്പാകെ നിൽക്ക്. എന്റെ മുമ്പാകെ ഇന്ന് രാത്രിക്കാൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ചില ദൈവം ആഹ്വാനം ചെയ്യുക. പുറകെ ഇരിക്കുന്നവരൊക്കെ ദൂതു കേൾക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭീതിപ്പെടുത്തുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന വ്യക്തിയുടെ മുമ്പിലല്ല. നീ പുറത്തു വാ മോനെ. നിന്റെ അവിശ്വാസത്തിന്റെ ഗുഹയിൽ നിന്ന്, നിന്റെ ഭയത്തിന്റെ ഗുഹയിൽ നിന്ന്, നിന്റെ നിരാശയുടെ ഗുഹയിൽ നിന്ന്, നിന്റെ അവ്യക്തതയുടെ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന ദൈവത്തിന്റെ പർവ്വതത്തിൽ എന്റെ മുമ്പാകെ നിൽക്ക്. നീ വലിയവനാകാൻ പോകുക. നീ മരിക്കാൻ ആഗ്രഹിക്കുന്ന നീ മരണം കാണത്തില്ല. നീ മരിക്കാനല്ലേ അറിയാം, നീ മരിക്കാൻ വേണ്ടിയല്ലേ ആഗ്രഹിച്ചത്. ഇപ്പൊ മതിയാകോവേ, നീ എന്നെ എടുത്തോളണം. സത്യം പറഞ്ഞാൽ ഈ പ്രാർത്ഥന മരിക്കാൻ വേണ്ടിയൊന്നും അല്ല പാസ്റ്റേ. സത്യത്തിൽ മരിക്കാൻ വേണ്ടിയല്ല. മരിക്കാൻ വേണ്ടിയാണെങ്കിൽ പുള്ളി ഓടേണ്ട ആവശ്യമില്ല, അവിടെ നിന്നാ പോരായിരുന്നു. യെസബേൽ കൊണ്ടുവരുന്നല്ലോ. പിന്നെ ഓടി മരുഭൂമി പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ പാസ്റ്റേ? മരിക്കാന്നെങ്കിൽ എന്തുമല്ല, ഞാൻ മരിക്കാൻ പോവാ. എന്നാ പിന്നെ യെസബേൽ കൊല്ലട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ പോവാ, പഴയ നിയമത്തിലെ പോലെ ഒന്നാവാൻ പോകാൻ അവിടെ നിന്നാ പോരായിരുന്നു. പുള്ളി മരിക്കാനൊക്കെ ആഗ്രഹിച്ചത്. പല ആളുകളും മരിക്കണം ചുമ്മാ മരിക്കാൻ വേണ്ടിയൊന്നുമല്ല. എൻ്റെ പിതാവ് വലിയ രസികനായ ഒരു പ്രീച്ചറായിരുന്നു. ഈ വീട്ടിലൊരു ഭാര്യ എപ്പോഴും തട്ടം ചെയ്യും ഭർത്താവിനെ. എന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പം കിണറ്റി ചാടുമെന്ന്. ആരും കൈപോക്കണ്ട, സ്വതന്ത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആ സ്ത്രീ എപ്പോഴും പറയും ഭർത്താവിൻ്റെ എന്താ പറഞ്ഞാലും ഞാൻ ഇപ്പം കിണറ്റി ചാടും. ഇയാൾ കേട്ട് പല വർഷങ്ങളായ മടുത്ത്. ഒരു ദിവസം പുള്ളിക്കാരി ഇത് പറയാനുണ്ട്. പുള്ളി അങ്ങോട്ട് ഒന്ന് പൂണ്ടടക്കം ഇവിടെ പിടിച്ച് പൊക്കിയെടുത്ത് കിണറ്റിങ്ങരെ കൊണ്ടുപോയി തൊട്ടിയും കൊണ്ട് അഴിച്ച് മാറ്റിയിട്ട് കയറ് 2 കാലോടെ കൂട്ടിക്കെട്ടി തല കീഴായിട്ട് കിണറ്റിലോട്ടിറക്കി ഇടിച്ച് 2 മുക്കി ചോദിച്ചു ഇനി ചാടുമോ പറയുമെന്ന്. ഒരിക്കലും പറഞ്ഞെന്ന് പറഞ്ഞാൽ വലിച്ച് കരയിലിട്ട്. പിന്നെ ആഴ്ച ചാവെന്ന് വരാൻ പറഞ്ഞിട്ടില്ല, കിണറ്റിൽ ചാടുമെന്ന്. ചുമ്മാ പറയുന്നതാ, ചാവാൻ വേണ്ടിയൊന്നുമല്ല. ഏലിയാവ് പറഞ്ഞ് മരിപ്പാൻ ആഗ്രഹിച്ചെന്ന്. ദൈവത്തിന് ഏലിയാവിനെ കുറിച്ച് വലിയ പദ്ധതികളാ. നീ മരിക്കാൻ വേണ്ടി ഒന്നും കൊതിക്കണ്ട, നീ ജീവനോടിരിക്കാനാ. ഇന്നും ജീവനോടെ ഞാൻ ഇന്ന് ഒലവക്കോട് സെന്ററിന്റെ ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ സഭാമന രാത്രിയിൽ പ്രസംഗിക്കുമ്പോൾ ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ലോ. അത് ഓർക്കുമ്പോൾ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. ഏലിയാവേ, നീ മരിക്കേണ്ടവനല്ല, നീ ആരാവേണ്ടിയവനാ? നിന്റെ പിന്നാലെ നിന്നേക്കാൾ ശക്തനായ ഒരു പ്രവാചകനെ നിയമിക്കേണ്ടവനാ. നീ അഭിഷേകം ചെയ്യേണ്ടവനാ. നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടവനാ. നീ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടവനാ. നീ ആരാണെന്ന് അറിയാൻ വയ്യാതെ ഗുഹയ്ക്കകത്തിരിക്കുന്നത്. 2025 നിങ്ങൾക്ക് നൽകാനുള്ള ദൂത് നിങ്ങളുടെ ശുശ്രൂഷയേക്കാൾ വലിയ ശുശ്രൂഷ ദൈവത്തിന് ചെയ്യിക്കാനുണ്ട്. നിങ്ങൾ ഇതുവരെ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിക്കുവാൻ 2025 നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് ഏറ്റെടുക്കും ഇന്ന് രാത്രികാലം? ആ ഏറ്റെടുക്കുന്നവരുടെ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. റിസീവ് ഇറ്റ് ഓ ലോർഡ്, റിസീവ് ഇറ്റ് ഓ ലോർഡ്. 2025 ഞാൻ പ്രതീക്ഷനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ എൻ്റെ ആദ്യകാലത്തെ ശുശ്രൂഷയേക്കാൾ ശ്രേഷ്ഠമായത് ചെയ്യിക്കുവാൻ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടെന്ന്. നീ ഇതുവരെ ചെയ്യാത്ത ശുശ്രൂഷകൾ, ഇതുവരെ മഴ തടുക്കുന്ന മഴ പെയ്ക്കുന്നൊക്കെയല്ല ഉള്ളത്. നീ രാജാക്കന്മാരെ വാഴിക്കേണ്ടവനാ. നിന്റെ പിന്നാലെ നിന്നേക്കാൾ ശക്തനായ ഒരു പ്രവാചകനെ വാഴിക്കേണ്ടവനാ. എല്ലാറ്റിലും വരാൻ നീ മരിക്കാനല്ലേ ആഗ്രഹിച്ചത്? അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും ഇറങ്ങി നിന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ നീ മരുഭൂമി കിടന്ന് മരിക്കേണ്ടവനല്ല മോനെ. ഹല്ലേലൂയ. അങ്ങനെ കിടന്ന് മരിച്ചാൽ എനിക്കാ നാണക്കേട്. എന്തുവാ ലോകത്തിന് മുമ്പാകെ ആട്ടിടയന്മാർ പോയി നോക്കുന്നുണ്ടേ, അവരെ കാണും ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു, ഉറുമ്പരിച്ച് കഴുകൻ തിന്ന് കിടക്കുന്ന. അവൻ്റെ ഡ്രസ്സ് നോക്കിയപ്പോൾ എടോ ഇത് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയത് ഏലിയാവിൻ്റെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഏലിയാവനല്ല നാണക്കേട്, ദൈവത്തിന് നാണക്കേട്. എന്തോ മനസ്സിലായി?
പല പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകാഞ്ഞത് ദൈവത്തിന് നാണക്കേടായുണ്ടോ? എൻ്റെ ദൈവം നിന്റെ ദേശത്ത് മാനിക്കുവാൻ, നിന്റെ കുടുംബത്തിൽ മാനിക്കുവാൻ, നിന്റെ സഭയിൽ നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കരങ്ങളെ അടിച്ച് അന്യഭാഷകളോടെ ദൈവത്തെ ആരാധിക്ക്. 2025 ഏലിയാവേ, യു കം ഔട്ട്. നീ പുറത്തു വന്ന് ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന്റെ പർവ്വതത്തിൽ നിർത്ത് നിന്നെ ഉയർത്തുവാൻ. നീ താഴ്വരയിലും ഗുഹയിലൊക്കെ ഇരുന്നു മതി, ദൈവത്തിന്റെ പർവ്വതത്തിൽ നിൽക്ക്. 1-2 വാക്യങ്ങളോ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെങ്കിലും വായിക്കണ്ട മോനെ, ഒന്ന് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. അടുത്ത വാക്യം വായിച്ച എസെക്കിയേൽ 42:1-2. എസെക്കിയേൽ 47:1-2. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്നു മതി. ആമേൻ. ഹല്ലേലൂയ. എസെക്കിയേൽ പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകൻ, വലിയ പ്രവാചകന്മാരിൽ ഒരുവൻ. പുരോഹിത ശുശ്രൂഷയും പ്രവചന ശുശ്രൂഷയും ഒരുപോലെ ചെയ്ത പ്രവാസത്തിലെ ശക്തനായ പ്രവാചകൻ. പുള്ളിയുടെ ശുശ്രൂഷ ആലയത്തിലാണ്. ഈ ദർശനത്തിൽ നമ്മൾ കാണുന്ന ആലയത്തിലെ ശുശ്രൂഷകൾ. പക്ഷേ ദൈവം അവനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ കിഴക്കേ ഗോപുരത്തിലൂടെ ആലയത്തിന് പുറത്തു കൊണ്ടുവന്നു. ദൂത് ഞാൻ പറയാം, വിവരിക്കുന്നില്ല. നിന്നെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. ദൂത് വല്ലതും പിടി കിട്ടിയോ ഭാഷ എന്ന് തോന്നുന്നു. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നൊക്കെ മാറണം. നല്ലതാ ആലയത്തിലെ ശുശ്രൂഷ, ആലയത്തിലെ ചടങ്ങ്, 2 പാട്ട്, സാക്ഷ്യം, സങ്കീർത്തനം, വചനത്തിൻ്റെ ശുശ്രൂഷ വളരെ നല്ല കാര്യം, ഞാൻ എതിരല്ല. പക്ഷേ ആലയത്തിലെ ശുശ്രൂഷയേക്കാൾ വചനത്തിൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് നിന്നെ ഇറക്കുവാൻ ഇന്ന് രാത്രിക്കാലം നിന്നെക്കുറിച്ച് പദ്ധതികളും പ്ലാനും ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ദൈവദാസന്മാർ ഏറ്റെടുക്കും അത്? ഹല്ലേലൂയ. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യു കം ഔട്ട്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. രക്ഷിക്കപ്പെട്ടു. അഭിഷേകം പ്രാപിച്ചു. അന്യഭാഷ സംസാരിക്കൂ. അയ്യോ, 40 വർഷം മുമ്പ് ചരപുറാന്നതാണ് അന്യഭാഷ പറഞ്ഞു. എന്നും ഈ ചക്കിനിട്ട കാളയെ പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങുക. റെഗുലർ പ്രോഗ്രാം, ഞായറാഴ്ച 2 പാട്ട്, പിന്നെ 2 പ്രാർത്ഥന. നമ്മുടെ കൺവെൻഷന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇത് ഈ ലീഡ് ചെയ്യുന്നാക്കെ എഴുതി ഉണ്ടാക്കിയാൽ മതി. എഴുതി ഉണ്ടാക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് പ്രത്യേകത. നിങ്ങൾക്കറിയാം ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്. 2 പാട്ട് കഴിയുമ്പോൾ ഫാസ്റ്റ് വന്ന് 2 പേരും കൂടെ പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രോഗ്രാം, പിന്നെ അടുത്തത് സാക്ഷ്യം, പിന്നെ സങ്കീർത്തനം. ഇത് എല്ലാം നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതിനെതിരായിട്ട് വ്യത്യാസമായിട്ട് നമുക്കിന്ന് സങ്കീർത്തനം വായിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ആത്മാവിൽ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ ഈ പഴയ മൂപ്പന്മാർ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാ. ഈ ചടങ്ങ് പ്രോഗ്രാം മാറ്റിയിട്ട് നിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ, ഈ യോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. നിങ്ങളുടെ ചെറുവൊക്കെ കൺവെൻഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ വന്ന് കാണണം. അവിടെ പരിശുദ്ധാത്മാവാ നിയന്ത്രിക്കുന്നത്. ജോൺസൺ ഡാനിയലല്ല അവിടെ പ്രസംഗിക്കാൻ പറ്റുന്ന പ്രാസംഗികനല്ല, അവിടെ മറ്റു പാട്ടുകാരല്ല. അവിടെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വ്യാപരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ യോഗങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ഉറക്കം തൂങ്ങിയ വിശ്വാസികളും താങ്ങിയും തൂങ്ങിയിരിക്കുക. ഒരു സടകൂടെ ഇത്രയും ആളുകളുണ്ട്. ഇന്ന് ശക്തിപ്പെട്ടൊന്ന് എഴുന്നേറ്റാൽ ഈ ദേശത്തെ കീഴ്മേൽ മറിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ആ അന്യദേശത്ത്, ആ ഊഷര ഭൂമിയിൽ, ചെറുവക്കൽ മലയിൽ ആയിരങ്ങൾ ഓടിക്കൂടാനുള്ള കാരണം എന്തുവാ? സഭ ഉള്ളിടത്ത് കഴുക്കൽ കൂടും. നമ്മൾ ചുമ്മാ കുറ്റം പറയും.
ഈ ന്യൂ ജനറേഷൻ ആൾക്കാരെ ഞാൻ അവരെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. അവിടെ ആൾ ഓടിക്കൂടുന്നു, അവിടെ നമ്മൾ പോകുന്നു. എനിക്കൊന്നും 4 പേരേ ഉള്ളൂ, ഇവിടെ ഇരിക്കുക നമ്മൾ പുറപ്പെടുത്തോണ്ട്. ആത്മാവിലുള്ള ശുശ്രൂഷ നടത്ത്. അത്ഭുതം നിങ്ങളുടെ സഭയിൽ അത്ഭുതം നടക്കട്ടെ. അവിടെ ആളുകൾ ഓടിക്കൂടും. നിങ്ങളുടെ സഭയിൽ വിടുതൽ നടക്കട്ടെ. അവിടെ രോഗസൗഖ്യം ഉണ്ടാവട്ടെ. നാട്ടുകാർ ചുറ്റുപാട് പറയട്ടെ, ആ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ആദ്യമ നൂറ്റാണ്ടിലെ പോലെ വിടുതൽ നടക്കുന്നുണ്ട്. ജനങ്ങൾ ഓടിക്കൂടും. ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് പ്രവചന ദൂതായി ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയുക. നമ്മുടെ സഭകൾ ആത്മാവിന്റെ പ്രദർശനശാലകളായി മാറട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിക്കട്ടെ. നരിയാടിയോളം പോലെ മതി. നോ 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 നടക്ക മോനെ. ദൂതനെ അളക്കുക. 1000 മുഴോളം കൊണ്ട് അളന്ന്. അപ്പൊ മുട്ടോളമായി. അവിടെ നിൽക്കരുത്. ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ്. അവിടെ നിൽക്കരുത്. പിന്നെ അളക്കാനുണ്ടെന്ന്, പിന്നെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുണ്ടെന്ന്. 1000 മുഴം അളന്നു. അപ്പൊ അരയോളമായി. അവിടെ കൊണ്ട് സാറ്റിസ്ഫൈ നിൽക്കരുത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. 1000 മുഴം അളന്നു. നീന്റെ കൺട്രോൾ അങ്ങ് പോയെന്ന്. യോഗത്തിന്റെ കൺട്രോൾ പോയെന്ന്. ഇന്ന് രാത്രിക്കാലം ഈ യോഗത്തിന്റെ കൺട്രോൾ പോയാൽ ഞാൻ ഹാപ്പിയാ. ദൈവത്തിന്റെ ആത്മാവിനടുത്ത് സ്വന്തം ഉചിതമായിട്ട് നടക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. Hallelujah! Worship you, Lord. ഈ സമാധാന രാത്രി ഈ ദൂത് നൽകാൻ വേണ്ടിയാ ദൈവം അങ്ങോട്ട് അയച്ചു തന്നെ. സ്തോത്രം. അല്ല പ്രസംഗിക്കാനുള്ള കൊതികൊണ്ടൊന്നുമല്ല, കൈമടക്ക വായിക്കുന്ന ഉപദേശവുമല്ല. എനിക്കിവിടെ 10,000 രൂപ ചെലവുണ്ട്. ഞങ്ങൾ 2 പേര് വന്നിട്ട് പോകുന്നതിന്. ഒരു പൈസ വാങ്ങുന്ന ആളല്ല ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞത്. എന്തിനാ കഷ്ടപ്പെട്ടിവിടെ വന്നത്? നിങ്ങൾക്ക് നൽകുവാനൊരു ദൂതുണ്ടായിട്ടാ വന്നേ. പ്രസംഗിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. 5 ലക്ഷത്തിൽ പറഞ്ഞ ജനത്തിന് മുമ്പിൽ റെയിൻഹാർഡ് ബോംഗയ്ക്ക് 3 ദിവസം ട്രാൻസ്ലേറ്റ് ചെയ്തോനാ ഞാൻ. 5 ലക്ഷം ജനങ്ങളുടെ മുമ്പിൽ. അപ്പൊ ജനമല്ല വിഷയം. ഇവിടെ 25 പേരുള്ളെങ്കിലും ഞാൻ വരും. പക്ഷെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടണം. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കണം. അല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ യോഗങ്ങളുടെ കൺട്രോള് നമ്മുടെ സഭകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ. യു കം ഔട്ട്, കം ഔട്ട്, കം ഔട്ട്, കം ഔട്ട്. നീ പുറത്തു വാ. എന്തെന്നില്ലാത്ത ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവദാസന്മാർ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണോ? എഴുന്നേറ്റ് നിന്നോ? കൈയടിക്കണോ? കൈയടിച്ചോ? ആത്മാവിൽ ആരാധിക്കണോ? യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക്, വചനത്തിന്റെ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് നീ ഞങ്ങളെ ഇറക്കണമേ. യേശുവിൻ നാമത്തിൽ. അഭിഷേകത്തോടെ കാര്യങ്ങളെ തട്ടി കർത്താവേ, ഞങ്ങളുടെ സഭകളുടെ അവസ്ഥകൾ നീ മാറ്റണം. അഭിഷേകത്തോടെ, ശക്തിയോടെ, അന്യഭാഷകളോടെ കർത്താവേ, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക്, വെളിപ്പാടുകളിലേക്ക്, ദർശനങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവതികളെ, ഞങ്ങളുടെ യുവാക്കന്മാരെ ഒലവക്കോട് സെന്ററിന്റെ സ്ഥിതി ദൈവം മാറ്റട്ടെ. പട്ടാമ്പി സെന്ററിന്റെ സ്ഥിതി എന്റെ ദൈവം മാറ്റട്ടെ. പാട്ടുപാടി അവസാനത്തെ സ്റ്റാൻസ് 5 പ്രാവശ്യം പാടുമ്പോഴല്ല ആത്മാവ് വ്യാപരിക്കേണ്ടത്.
ആദ്യത്തെ പാട്ട് പാടുമ്പോൾ തന്നെ ആത്മാവിന്റെ ശക്തി നമ്മുടെ സഭകളിൽ. ഒരു കാലത്ത് ആത്മാവിൽ നൃത്തം ചെയ്തവരാ, അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചവരാ, കുതിച്ചു ചാടി ദൈവത്തെ സ്തുതിച്ച ദൈവദാസന്മാരാ. എന്തെന്നില്ലാത്ത ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിക്കാൽ ഞാൻ അനുഭവിക്കുന്നു. അതെന്റെ ആത്മാവിനും ശരീരത്തിലും ഞാൻ അനുഭവിച്ചറിയുന്നു. Come out, come out, come out. 2025 നീ പുറത്തു വാ. അബ്രഹാമേ കൂടാരത്തിൽ നീ പുറത്തു വാ. ഏലിയാവേ നീ ഗുഹയിൽ നിന്ന് പുറത്തു വാ. എസെക്കിയേലേ നീ ആലയത്തിൽ നിന്ന് പുറത്തു വാ. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്, വലിയ പ്ലാനുകളുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. We worship you, Lord. We thank you, my Father. We glorify your name, O Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ദൂതന്മാരെ പന്തൽ ഇറക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം. നീ അത്ഭുതങ്ങളുടെ ദൈവമായതിനാൽ സ്തോത്രം. നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുന്ന ദൈവമായതിനാൽ സ്തോത്രം. ആർക്കും നിയന്ത്രിപ്പാൻ കഴിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ പന്തൽ അനുഭവിക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോൺസൺ ഡാനിയലിന്റെ വാക് സാമർഥ്യമല്ല, ജോൺസൺ ഡാനിയലിന്റെ വാക് ചൈതന്യമല്ല, പ്രാസപ്പിച്ചുള്ള പ്രസംഗമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ദയവായി ഇരുന്നാട്ടെ. മുമ്പോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്ത് പോകണമല്ലോ. രണ്ട് കാര്യൂടെ പറയാനുണ്ട്. പ്രസംഗിക്കുന്നില്ല, വായിച്ചു വിട്ടേക്കാം. ചില ഭാഷന്മാർ പ്രസംഗിക്കുന്ന പറയുന്ന പോലെ അടുത്ത പ്രാവശ്യത്തേക്ക് ബാക്കി വെക്കുന്നില്ല. അടുത്ത പ്രാവശ്യം ഉണ്ടെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഞാൻ ഇച്ചിരി താമസിച്ചേ പോകുന്നുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. മോനെ 2 വാക്യങ്ങളോടെ ഞാൻ തന്നിട്ടുണ്ട്. അത് രണ്ടും വായിച്ച് കേൾപ്പിക്കണം. മർക്കോസ് 8:22-23. മർക്കോസ് 8:22-23 എല്ലാം പൂട്ടി കെട്ടിയോ മോനെ? അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടേണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ചു അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. ബെത്സയിദയിൽ യേശു എന്നു അവിടെ ഒരു കുരുടനെ കണ്ടു. യേശു അവന്റെ കാലം പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. For what? For a divine healing. അത്ഭുത രോഗസൗഖ്യത്തിന് വേണ്ടി ഇന്ന് രാത്രികാലം ചിലരെ പുറത്തു കൊണ്ടുവരിക. വിശദീകരിപ്പാൻ ഒക്കെ വളരെ സന്തോഷമുള്ള ദൂതുകളാ. പാസ്റ്റർമാർ നിങ്ങൾ വിശദീകരിച്ചു, പഠിച്ചു. He want to bring you out for healing. യേശു അവനെ തൊട്ടു, അവന് കണ്ണ് കാഴ്ച ഉണ്ടായി. അപ്പോൾ യേശു ചോദിച്ചു, നീ എന്തോ കാണുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനല്ല മരം പോലെ കാണുന്നു. അതാ പലരുടെയും കുഴപ്പം. മരം പോലെ കാണുന്നുണ്ടായി വെട്ടുന്നത്. പല ആൾക്കാരെയും മരത്തല്ലേ വെട്ടുന്നേ, മനുഷ്യനെ വിട്ടു. ദൂത് മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. ഈ രണ്ടാമത്തെ സ്പർശനം കിട്ടാത്തതുകൊണ്ടാ പലരും വെട്ടുന്നത്. ഒരു കാഴ്ച മാത്രമേ കിട്ടിയുള്ളൂ. അവന് മനുഷ്യനൊന്ന് വേദനിപ്പിക്കാൻ, പാസ്റ്റർമാരെ വേദനിപ്പിക്കാനൊന്നും ഒരു പ്രയാസമില്ല. കാരണം അവന് ഒരു സ്പർശനം കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. മരം പോലെ കാണുന്നത്. വേറെ എന്ത് തോന്നി പിന്നെ കുഴപ്പമില്ലായിരുന്നു. ദൈവം അവൻ ഒന്നുകൂടെ തൊട്ടു, അവൻ സ്പഷ്ടമായി കണ്ടു. ഡിവൈൻ ഹീലിംഗ്.
ഡു യു ബിലീവ്? അത്ഭുത രോഗശാന്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ 2 വർഷം മുമ്പ് ICUയിൽ 10 ദിവസം കിടന്നവനാ. ഈ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ചാടുകയും ഓടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നവൻ. എല്ലാവരും എന്നൊക്കെ പറയും, വാഷ് അനങ്ങല്ലേ, വലിയ കുഴപ്പമാണ്, ഹാർട്ടിനൊക്കെ ഭയങ്കര പ്രശ്നം. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായതോ തീരുന്നല്ലോ അവള് കൂടിപ്പോയാ. എന്തിനു കൊള്ളാം ഇത് വെച്ചിട്ട്? ഞാൻ അത്ഭുത രോഗശാന്തി വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ യോഗം കഴിയുമ്പോൾ എൻ്റെ അടുത്തൊന്ന് നോക്കണം. കണ്ടിത് നോക്ക്. ഇത് കണ്ടോ, ഒരു പാട് വന്ന് കാണാം, പക്ഷെ കാണാം ഒരു പാട്. ഇത് പൗലൂസിന്റെ ചൂടടയാളം പോലെ. 3 വയസ്സുള്ള കുഞ്ഞ്. ഞാൻ ആശാരി ഉപയോഗിച്ച് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ 1 വർഷമായുള്ളൂ. ഞങ്ങളുടെ അവിടെ വിളിച്ച് 3 ദിവസത്തെ ക്രൂസ് നടത്തുക. ഞാൻ കുസൃതി പയ്യൻ 4-ാമത്തെ വയസ്സിൽ യോഗത്തിലേക്ക് കൂടി 1 കിലോമീറ്റർ തന്നെത്താനെ പോകാൻ തീരുമാനിച്ചേ. അന്നേ തീരുമാനിച്ചാൽ ഞങ്ങളെ പോവാൻ. അതുകൊണ്ട് ആ ഒലവക്കോട്ടൊക്കെ വന്നേ. അങ്ങനെ പോയി പാറയിലടിച്ച് സ്ലിപ്പ് ചെയ്ത് നെറ്റിയിൽ പാറ കയറി മയങ്ങി രക്തം വാർന്ന് അവിടെ കിടന്ന് വിജനമായ സ്ഥലത്ത് ആരും കണ്ടില്ല. മരിച്ച പോലെ കിടന്നു. ആരാണ്ട് എടുത്ത് നോക്കേണ്ട ഉദ്ദേശിയുടെ മോനാ ഫെയ്ത്തോമൻ കൊണ്ടിട്ടു. എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു. നാട്ടുകാർ 2ആയിട്ട് തിരിഞ്ഞു. ഒരു കൂട്ടർ കുഞ്ഞ് മരിച്ചുവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എൻ്റെ പിതാവും ആശാരിയും പറഞ്ഞു, കുഞ്ഞ് മരിച്ചാൽ ഞങ്ങൾ സഹിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊരു വിഷയം ഉദിക്കുന്നില്ല. കാരണം 3 ദിവസത്തെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്നാ അന്നത്തെ ടൈറ്റിൽ. അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടക്കുമ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ പിന്നെ ശുശ്രൂഷ നടത്തണം, പിന്നെ ക്രൂസൈഡ് പൂട്ടി കിട്ടിയാൽ പോരെ എന്ന് ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോഴത്തേനും മണിക്കൂറുകളായി കഴിഞ്ഞു. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ആശാരി ഉപദേശം ഇങ്ങോട്ട് വന്ന് എന്നെ എടുത്ത് ആകാശത്തേക്ക് ഉയർത്തി. മങ്ക് പോലെ, അന്ന് ഇങ്ങനൊന്നും വണ്ണമില്ല എനിക്ക്, മങ്ക് പോലിരിക്കുക. 4 വയസ്സ് എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞ, കർത്താവേ, ഈ പൈതലിന്റെ ജീവൻ ഇപ്പോൾ മടക്കി കൊടുക്കണം, അല്ലേ എൻ്റെ ജീവൻ നീ എടുത്തോണം. കയ്യിൽ നീ അനങ്ങി താത്തു വെച്ചു. വെള്ളം കൊടുക്കാൻ പറഞ്ഞു. ആ നിൽക്കുന്ന ജോൺസൺ ഡാനിലാ ഇത്. ചുമ്മാ തമാശ പറഞ്ഞല്ല. നെറ്റിക്ക് ചൂടോളം പാറ കയറിപ്പോയതാ. പാറ കയറിപ്പോയി രക്തം വാർന്ന് കിടന്നതാ. സുവിശേഷം പ്രസംഗിക്കാൻ ഇന്നും ഇവിടെ നിർത്തണമെന്ന് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവം അത്ഭുതം രോഗസൗഖ്യം നൽകുന്ന ദൈവമാണെന്ന്. എനിക്ക് എൻ്റെ 5-ാമത്തെ വയസ്സിൽ ന്യൂമോണിയ പിടിച്ച് ടൈഫോയിഡ് പിടിച്ച് മരിക്കുന്ന അവസ്ഥയിലായി. ഡോക്ടർമാരെ കാണിക്കാതെ പ്രാർത്ഥിച്ച് അത്ഭുത രോഗശാന്തി പ്രാപിച്ചവനാ. ഇന്ന് രാത്രികാലം അത്ഭുത രോഗശാന്തി പ്രാപിച്ച ഒരു കൂട്ടം ദൈവമക്കൾ ഈ പന്തലിലുള്ളത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. നീ ഊരിന് പുറത്തുവാ, ദൈവത്തിന് സൗഖ്യമാക്കാൻ പ്ലാനുണ്ട്. ഒരു വാക്കിയോടെ വായിച്ച മോനെ, ലാസ്റ്റ് വാക്കിയോടെ വായിച്ചത് ലൂക്കോസ് 22:61-62. ലൂക്കോസ് 22. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. അടുത്തത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. മതി, പുറത്തിറങ്ങി. യേശുവിന്റെ ഒരൊറ്റ നോട്ടം അവനെ പുറത്തു കൊണ്ടുവന്നു. പത്രോസിനെ കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. യേശുവിന്റെ അരുമ ശിഷ്യൻ, ഇന്നർ സർക്കിളിലെ 3 പേരിൽ ഒരാളാ. ദൈവരാജ്യത്തിന് താക്കോലൊക്കെ കിട്ടിയവനാ. പക്ഷെ ഇപ്പൊ പിന്മാറത്തിരിക്കുക. ഇപ്പം ആകാത്ത സ്ഥലത്ത് പോയി തീ കാഞ്ഞുകൊണ്ട് ഇരിക്കുക. പുള്ളിക്ക് തീ കായുകയും വേണം, യേശുവിന് എന്ത് സംഭവിക്കുമെന്ന് അറിയുകയും വേണം. ചില ആളുകൾ യോഗത്തിന് പറഞ്ഞാൽ അങ്ങനെയാ, പുറകിൽ നിന്ന് തീ കാഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ അങ്ങ് എടുത്തോണം. ഞാൻ ആ ഭാഗത്തോടൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് നല്ലതാണ് പോകാതിരിക്കുന്നത്. അപ്പോൾ പുള്ളി പോയി അവിടെ ഈ യേശുവിനെ ഒറ്റിക്കൊടുത്ത ഈ തള്ളി പറഞ്ഞ പാർട്ടികളും അവഹേളിച്ച പാർട്ടികളും പരിഹസിച്ച പാർട്ടികളും ക്രൂശിക്കുക എന്ന് പറഞ്ഞ പാർട്ടികളായിരിക്കുന്നത്. അവരിടയ്ക്കാണ് പുള്ളി പോയിരിക്കുന്നത്. ഇപ്പം ദാറ്റ് മീൻസ് ഈസ് ഇൻ എ റോങ് പ്ലേസ്. ആകാത്തൊരു സ്ഥലത്താണ് പോയിരിക്കുന്നത്. ഏലിയാബേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നമ്മൾ കുടിവാക്യം വായിച്ചതുപോലെ പത്രോസ് ഇരിക്കുന്ന സ്ഥലം റോങ് പ്ലേസാ. ആ സ്ഥലത്ത് നിന്ന് അവനെ കൊണ്ടുവരുവാൻ യേശുവിന് ഒരൊറ്റ നോട്ടം മതി. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കൈക്ക് പിടിച്ചോ, വെളിപ്പാട് കൊടുത്തോ, ദൂതരെ അയച്ചോ ഒക്കെ പുറത്തു വിടണമെങ്കിൽ യേശുവിന്റെ ഒരൊറ്റ നോട്ടം അവരെ പുറത്തു കൊണ്ടുവന്നു. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കം ഔട്ട്, ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു. കണ്ണിലടച്ച് പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഈ 2025 എനിക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് നീ എനിക്ക് നൽകിയത്. അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു, ഏലിയാവിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു, എസെക്കിയേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു, കുരുടനായ മനുഷ്യനെ യേശു പുറത്തു കൊണ്ടുവന്നു.
യേശുവിൻ്റെ നോട്ടം പത്രോസ് ഇരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. പക്ഷേ എനിക്ക് സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ഇരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ താല്പര്യമുണ്ട്. ഈ 2025 ഐ വാണ്ട് ടു കം ഔട്ട്. വ്യക്തമായൊരു ദൂതാണ് നിങ്ങൾക്ക് നൽകിയത്. എനിക്ക് വാക്ചാതുര്യമില്ല, പ്രാസവപ്പിച്ച് പറയാറിയാമിയ, പച്ച മലയാളത്തിലാണ് നിനക്ക് പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ അബ്രഹാമിനെ പോലെ, ഏലിയാവിനെ പോലെ, എസെക്കിയേലിനെ പോലെ, ആ ക്രൂഡനെ പോലെ, ആ പത്രോസിനെ പോലെ കംഫോർട്ട് സോണിൽ വളരെ സന്തോഷത്തോടെ ഒരു പരുവത്തിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് അവരെ കൊണ്ടൊക്കെ ചെയ്യിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കണമെങ്കിൽ അടുത്ത 2 ദിവസം വേണം. അതുപോലെ കൊണ്ടുവരാൻ ഇന്ന് രാത്രിക്കാലം നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. എന്നെ പുറത്തു കൊണ്ടുവരണം കർത്താവേ. എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്ന തീരുമാനം കരങ്ങൾ ഉയർത്തിയാട്ട്. ആ കരങ്ങൾക്കായി സ്തോത്രം. 100 കണക്കിന് കരങ്ങളെ ഞാൻ കാണുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. ഐ വാണ്ട് ടു കം ഔട്ട്. ദൈവമേ, ഞാൻ ഇരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരണമേ. ഐ വാണ്ട് ടു സെർവ് ദ ലോർഡ്. എൻ്റെ ദൈവത്തിന് വേണ്ടി വീറോടെ നിൽപ്പാൻ ഈ തലമുറയിൽ ദൈവനെ ശക്തീകരിക്കണമേ. എന്നെ പുറത്തു കൊണ്ടുവരണമേ. ദൈവത്തിനെ കുറിച്ച് വലിയ പ്ലാനുകൾ, പദ്ധതികൾ ഉണ്ടല്ലോ, അതിലേക്ക് എന്നെ നയിക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാലം എളിവനാടിയനെ ഈ ദേശത്തേക്ക് അയച്ചു. നിന്റെ ജനത്തിന് ആവശ്യമായ ദൈവം നൽകിയൊരു ദൂത് നൽകി. ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച 100 കണക്കിന് ജീവിതങ്ങളെ ഞങ്ങൾ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യം അവരെ തൊടട്ടെ. അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ പുറത്തു വരട്ടെ. 2025 സാടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. ഒരു വീരനെ പോലെ, ദൈവത്തിന് വേണ്ടി യുദ്ധവീരനെ പോലെ, താഴ്വരയിലെ സൈന്യം പോലെ ഈ 2025 ഞങ്ങളുടെ ദേശങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കരങ്ങൾ ഇവർത്ത് തീരുമാനമെടുത്ത നിന്റെ ദാസന്മാരെയും ജനത്തെയും പിതാവിന്റെ പുത്രനെ പരിശുദ്ധന്മാരെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. ശക്തിയോടെ, സന്തോഷത്തോടെ, സ്വർഗത്തിൽ കേട്ട ശബ്ദം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, വലിയ പുരുഷാരത്തിന്റെ ആരവം പോലെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഒലവക്കോട് കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ഞങ്ങൾക്കൊരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ ഇതുവരെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഇതുവരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങയുടെ വിലയേറിയ ഭൃത്യനെ ഈ രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് ആവശ്യമായ ദൈവികാലോചന, ദൈവത്തിൻ്റെ ദൂത് ഞങ്ങളെ അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ 2025 ഞങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തിന്റെ മുൻപാകെ ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച്, ഞങ്ങളുടെ ആത്മശക്തി വർദ്ധിച്ച്, ഞങ്ങളുടെ ശുശ്രൂഷ വർദ്ധിച്ച്, കർത്താവ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള ആത്മീക ശുശ്രൂഷകൾ ചെയ്യുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് വരേണ്ടതിന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഉണർത്തിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ദേഹവും ഞങ്ങളുടെ ദേഹിയും ഞങ്ങളുടെ ആത്മാവും സമ്പൂർണമായി ഇന്ന് രാത്രി സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കുറവുകൾ, ഞങ്ങളുടെ സമർപ്പണത്തിന്റെ കുറവുകൾ എല്ലാം ക്ഷമിച്ച് ഇന്ന് രാത്രി ആമേൻ ഉത്സാഹത്തോടെ യഹസ്കേൽ പ്രവാചകനെ 1000 മുഴ വളർന്നപ്പോൾ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ കഴിയാത്ത ആത്മനദിയിലേക്ക് ഇറങ്ങി നീന്തി തുടിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ ഭൃത്യനെ
ശക്തമായി ഇത് ഉപയോഗിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം വഹിക്കുന്ന അങ്ങയുടെ വലിയൊരുഭരത്തിനായി സ്തോത്രം. കുടുംബമായി തന്നെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. തന്നോട് ചേർന്ന് ഈ പോർക്കളത്തിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം. അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഇവിടെ കൂടി വരുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം ആശീർവദിക്കണമേ. ഇന്ന് രാത്രി വന്ന എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ഇടപെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വചന ശുശ്രൂഷ കർത്തൃദാസനെയും കർത്തൃദാസിയെയും കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവദാസി ഓർപ്പിച്ചതുപോലെ ആ നിത്യത നഷ്ടപ്പെടുത്താതെ വിശ്വസ്തയോടെ ഞങ്ങളുടെ കർത്താവിനെ സേവിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ദാസന്റെ കുടുംബത്തിൻ്റെയും ആമേൻ മടക്ക യാത്രയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. വഴിമധ്യേ പരിപാലിക്കണമേ. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ അയക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിപ്പാൻ അങ്ങയുടെ ദാസനും ദാസിയെയും ദൈവോടൊന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി പോർക്കളത്തിൽ അടരാടുവാൻ ഇതുവരെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. മനോഹരമായ ഗാനങ്ങൾ പാടിയ ദൈവദാസന്മാർക്കായി സ്തോത്രം. അവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. നാളത്തെ സഭായോഗത്തെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു രക്ഷിതാവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടിയും ഒലിവക്കോട് സെന്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും വിശേഷാൽ ഇന്ന് രാത്രി ദൈവജന ശുശ്രൂഷ കർത്തൃദാസനോട് കുടുംബത്തോടും അവരുടെ മടക്കയാത്രയോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. ആമേൻ. പ്രൈസ്